semi-truck driver accused of making an illegal U-turn and causing a deadly crash is in jail in St. Lucie County tonight. When he tried to make an illegal U-turn, that caused a minivan. This horrific crash on the turnpike in Fort Buckton Into the St. Lucie County jail. The company Singh was driving for. Did the company not look to see whether he could speak English? Cam video circulating on social media shows the moment that truck driver you saw in the video is in custody. 3 counts of vehicular manslaughter. He on the roadside. வீடியோ மட்டும் டீட்டெயில் பண்ண முடியுமா? நான் எனக்கு அது புரிய மாட்டேங்குது, இங்கிலீஷ் ஓராக்கு. அதனால் கொஞ்சம் டீட்டெயில்ஸ் மட்டும் பண்ண முடியுமா? ஒரு சின்ன வீடியோ. நான் எதாவது പറഞ്ഞேன்னா இது இல்லீகல் யூட்டர்ன் அவங்க தெரிஞ்சு இந்த மாதிரி அவங்க யூட்டர்ன் பண்ணாங்கன்னா அவங்களுக்கு இந்த மாதிரி தண்டனை கொடுப்பாங்க. இல்லை அவங்களுக்கு தெரிஞ்சிருந்தோம் அவங்க இந்த மாதிரி தப்பு பண்ணாங்க. இல்லை அதை பற்றி ஒரு வீடியோ மட்டும் போட முடியுமாண்ணா? തമിഴാ ഇല്ലീഗൽ യു ടേൺ എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ലീഗൽ ഫൈൻ എന്തുവാ അതിനെക്കുറിച്ചൊക്കെ ചെയ്യാമോ എന്ന്. അതായത് നമുക്ക് ഈയിടെ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും അല്ല കമൻറ്റ് സെക്ഷനിലും നമ്മൾക്ക് മെസ്സേജ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈയിടെ ഫ്ലോറിഡയിൽ നമ്മുടെ ഒരു പഞ്ചാബി ഡ്രൈവർ അപകടം നടന്നില്ലേ? അപ്പം അതിപ്പം ഇവിടെ നോർത്ത് അമേരിക്ക ഫുള്ള് പ്രശ്നമാണല്ലോ ആ ഒരു ഇതിനെക്കുറിച്ച്. അപ്പം അതിനെക്കുറിച്ചുള്ള ന്യൂസ് നമ്മുടെ നാട്ടിലും എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുടെ വോയിസാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്, നമ്മുടെ വീഡിയോ കാണുന്ന ബ്രോ. അപ്പം പുള്ളി പറഞ്ഞ ഇതാണ് ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ യു ടേൺ എടുത്തു അതാണല്ലോ അത്ര വലിയ പ്രശ്നം. അപ്പോൾ എന്താണ് ഈ ഇല്ലീഗൽ യു ടേൺ എന്ന് പറയുന്ന ഒരു സംഭവം? കാരണം യു ടേൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഊഹിക്കാമല്ലോ. അപ്പോൾ എന്താണ് ഈ ഇല്ലീഗൽ യു ടേൺ, എന്താണ് അതിൻ്റെ വിഷയം, അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം പറയാനൊക്കെയാണ് നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജ് വന്നത്. അപ്പം നമ്മുടെ ആ ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോസിനേക്കാൾ ഉപരി അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതിൻ്റെ ആ ഒരു പ്രസക്തി നശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സോ അല്ലെ നമ്മുടെ ആ ഒരു ടേക്ക് ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ചക്ര കണ്ടായിരുന്നോ വീഡിയോ? ഞാൻ കണ്ടായിരുന്നല്ലോ. എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിക്കാവേ, കുറച്ച് പേർക്കെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ. Dash cam video circulating on social media shows the moment a truck driver makes an illegal U-turn on the turnpike, causing a deadly crash in St. Lucie County. The victims in that I think നമ്മുടെ ഈ ഏരിയയിൽ ആരും അല്ലെ ഈ ഒരു അമേരിക്ക കാനഡ ഏരിയയിൽ ആരും കാണാത്തില്ല. കാരണം വെച്ചാൽ കേക്ക് ഓൺ ദ ലൈക്ക് ചെറി ഓൺ ദ ടോപ്പ് എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരൻ ഇല്ലീഗൽ ഇമിഗ്രൻറ്റും കൂടെ. അപ്പോൾ എല്ലാം അങ്ങ് വൈറലാകുക വീഡിയോസ് എല്ലായിടത്തും. അതായത് നമ്മുടെ ഇൻക്ലൂഡിങ് ചാപ്മാൻസ് ഐസ്ക്രീമി വരെ യുവർ പീപ്പിൾ ഹിറ്റ് സംബഡി ആൻഡ് കിൽ എന്നൊക്കെയാ പറയണേ. സോ ഇറ്റ്സ് വൈറൽ. സോ ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹു ഞാനാണെ ന്യൂസ് ഒന്നും അങ്ങനെ കാണുന്നൊരു വ്യക്തിയല്ല. ഞാനത് അറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് സംതിങ് വൈറൽ. ബിക്കോസ് ഞാൻ ഒരു കീപ്പപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയേ അല്ല. അതായത് പപ്പയ്ക്ക് അറിയാമല്ലോ ന്യൂസ് കാണുക അങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആൾ വഴി കിട്ടുന്ന ന്യൂസേ ഉള്ളൂ എനിക്ക്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇപ്പം നമ്മുടെ നോർത്ത് അമേരിക്കയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യൂറോപ്പിലോ അല്ലാത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് കാണിക്കാം. തേട്ടെ, ഇതിപ്പം ഫ്ലോറിഡയുടെ ഒരു മാപ്പാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഓക്കെ, നാച്ചുറലി ഇവിടെ നമ്മുടെ ഒരെണ്ണം നോർത്ത് സൈഡിലേക്ക് പോകുന്നതാണെങ്കിൽ അടുത്ത് സൗത്ത് സൈഡിലേക്ക് പോകുന്ന ഒരു സംഭവമായിരിക്കും. വേണ്ട നോക്കിക്കേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ 3 ലൈനുള്ള റോഡ്, ഷോൾഡർ, ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് വരുന്നത് അങ്ങനത്തെ റോഡാണല്ലോ. അപ്പം ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓരോ എക്സിറ്റുകളും എടുക്കണമല്ലോ. ആ എക്സിറ്റ് ആ കണ്ടിന്യൂസ് ഹൈവേ എന്ന് വന്ന് എക്സിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടുള്ള മറ്റ് പല സ്ഥലങ്ങളിലേക്കും ആക്സസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റോട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഈ റൈറ്റ് ലൈനിൽ ഈ ഒരു എക്സിറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പം ബൈ ചാൻസ് നമ്മൾ സാധാരണ ഗതിയിൽ ഈ എക്സിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നാച്ചുറലി ഈ ഒരു ലൈനിൽ ഈ റൈറ്റ് സൈഡിലെ ലൈനിൽ നിന്നിട്ടായിരിക്കണമല്ലോ ഇപ്പുറത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് എക്സിറ്റ് എടുത്ത് ഇങ്ങനെ പോകേണ്ടത്. അപ്പോൾ അതിന് പകരം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ അവിടുത്തെ ആ ഒരു ഏരിയ എത്താറായപ്പോഴത്തേക്കും നമ്മൾ മറ്റെന്തെങ്കിലും ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ഇപ്പുറത്തെ ഏതെങ്കിലും ലൈനിലായിട്ട് നമുക്ക് എക്സിറ്റ് എടുക്കാൻ പറ്റാണ്ടിരിക്കുക എന്നൊരു സാഹചര്യം വന്ന് നമ്മൾ കണ്ടിന്യൂ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ടല്ലോ അവിടെ ഇട്ട് റിവേഴ്സ് വന്നിട്ട് അത് എടുക്കാതെ നമ്മൾക്ക് നാച്ചുറലി ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്ത് പോയി അടുത്ത എക്സിറ്റിൽ നമ്മൾ ഇറങ്ങി അവിടുന്ന് തിരിച്ച് ഒന്നെങ്കിൽ യു ടേൺ എടുത്ത് തിരിച്ച് വന്ന് വീണ്ടും ഈ എക്സിറ്റ് എടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അവിടെ നിന്ന് എവിടുന്നേലും പുറത്തിറങ്ങി നമ്മൾ കറങ്ങി തിരിഞ്ഞ് വരിക എന്നുള്ളതാണ് ആകെ കൂടിയുള്ള ഒരു ഓപ്ഷൻ.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ എക്സിറ്റ് മിസ്സായെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വേണ്ട ഇങ്ങനെ മറ്റൊരു എക്സിറ്റ് എടുത്ത് ഈ ഒരു ചെറിയ റാമ്പിൽ കൊടുത്ത് ഇങ്ങനത്തെ റോഡുകൾക്കാണ് റാമ്പ് എന്ന് പറയുന്നത്. അതെല്ലാം നമ്മുടെ പഴയ വീഡിയോകളിലെല്ലാം മറ്റ് പല വീഡിയോകളിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേണ്ട മുമ്പിൽ വേണ്ട ഇതുപോലൊരു ഇൻ്റർസെക്ഷൻ എത്തും. ഇങ്ങനെ ഒരു ഇൻ്റർസെക്ഷനിലെത്തി അവിടെ നമ്മൾ ക്രോസ് ചെയ്ത് നേരെ ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് ഇവിടുന്ന് അടുത്ത റാമ്പിൽ നമ്മൾ കയറി വേണ്ട ഈ റാമ്പ് തിരിച്ച് നമ്മളെ ഓപ്പോസിറ്റ് പോകാനുള്ള റൂട്ടിലേക്ക് നമ്മളെ കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 10 കിലോമീറ്ററോ 15 കിലോമീറ്ററോ കഴിഞ്ഞിട്ടേ ഉള്ളായിരിക്കും നമുക്ക് എടുക്കേണ്ട എക്സിറ്റിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അതിന് ഈ ഇൻ്റർസ്റ്റേറ്റിൽ കൂടെ തന്നെ തിരിച്ചു വരണമെങ്കിൽ ഒന്നെങ്കിൽ അങ്ങനെ വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എവിടുന്നേലും എക്സിറ്റ് എടുത്ത് തിരിച്ചു പോയി ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ റോഡുകളുണ്ടല്ലോ അതുവഴിയെല്ലാം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മുടെ പഞ്ചാബി പയ്യൻ ആക്ച്വലി ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇതാണ്. വേണ്ട ഇതുപോലത്തെ റോഡുകളുണ്ടല്ലോ, ഇതിൽ ഈ 3 ലൈൻ വേണ്ട ഈ 4 ലൈൻ ഇങ്ങോട്ടും ഒരു സൈഡിലേക്കും അടുത്ത ലൈൻസ് ഓപ്പോസിറ്റ് സൈഡിലേക്കും പോകുന്ന വഴികളാണ്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കണക്ഷൻ മാത്രമുണ്ട്, അത് ഒഫീഷ്യൽ വണ്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എവിടെയെങ്കിലും ഉണ്ടായി അവിടെ പോലീസിനോ ആംബുലൻസിനോ അല്ല ഫയറിൻ്റെ വണ്ടികൾക്കോ എത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചെറിയ കണക്ഷൻസ്, അത് ഒഫീഷ്യൽ യൂസ് ഓൺലി എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഈ ഒഫീഷ്യൽ യൂസിന് ഉപയോഗിക്കുന്ന ചെറിയ വണ്ടികളുണ്ടല്ലോ, പോലീസിൻ്റെ വണ്ടിയും ആംബുലൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറിയ വണ്ടികളല്ലേ, അതിന് മാത്രം ഇപ്പം ഇവിടെ എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ അങ്ങ് ദൂരെ ഇപ്പോൾ 10 കിലോമീറ്റർ ഓടി കറങ്ങി തിരിഞ്ഞ് വരുന്നതിന് പകരം ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്രം കണക്ഷന്. അപ്പം അവിടെ ഇട്ട് ഇത്രയും വലിയ ട്രക്ക് അവൻ യൂ ടേൺ എടുക്കാൻ ശ്രമിക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ചെറിയ സ്ഥലത്ത് ചെയ്തപ്പോൾ ഇത്രയും വലിയ ട്രക്കല്ല അതിൻ്റെ ട്രെയിലർ ഈ റോഡുകളെ ബ്ലോക്ക് ചെയ്യുകയും റോട്ടിൽ കൂടെ വന്ന വണ്ടികൾ ഇവിടെ വന്ന് ഇടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം നീനൂസ ഇൻസിഡൻറ്റ് കണ്ടു. ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് ഭയങ്കര പേടിയാണ്. കാരണം വെച്ചാൽ പപ്പ റോഡിലല്ലേ, ട്രക്കുകളല്ലേ, പപ്പ അങ്ങനത്തെ ഇല്ലീഗൽ ടേണൊന്നും എടുക്കത്തില്ല, ഒന്നും ഇല്ലീഗലായിട്ട് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഇങ്ങോട്ട് വന്നിടിച്ചാലും അങ്ങോട്ട് പോയി ഇടിച്ചാലും ഒരു ഏസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ തെറ്റെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റാണ്, മനസ്സിലായോ? അത് കാര്യം ഈ പറയുന്ന പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും പലരും ഈ പറയുന്ന പോലെ ആ ഒരു ട്രക്ക് ഡ്രൈവറിന് സപ്പോർട്ടായിട്ട് ബ്രോ എന്തായാലും ഒരു അബദ്ധം പറ്റിയത് അവൻ്റെ ജീവിതം മാറി മറിഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് പലർക്കും മെസ്സേജ് അയച്ചത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, അവൻ ചെയ്തത് അത് അബ്സല്യൂട്ട്ലി അട്ടർ നോൺസെൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അത്രയ്ക്ക് കെയർലെസ് ആയിട്ടാണ് അയാൾ ചെയ്തത്. അപ്പോൾ നമുക്ക് എത്ര കണ്ടു കഴിഞ്ഞാലും ഇപ്പം എനിക്ക് അയാളോട് ഒരു സഹതാപം തോന്നുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഇത്. കാരണം അയാൾ അട്ടർ നോൺസെൻസ് ആണ് ചെയ്തു വെച്ചേക്കുന്നത് നീനുസേ. കാരണം എനിക്ക് മനസ്സിലായി സമയത്തിൻ്റെ ഓരോ ചെറിയ നമ്മളിപ്പം ഞാൻ പറയട്ടെ, ഇപ്പം അതായത് ഞാൻ അയാളെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആ ഒരു നിമിഷത്തിൻ്റെ ഇതിൽ ചെയ്തു പോയതാണ്. പക്ഷെ അത് വലിയൊരു തെറ്റായ അവൻ്റെ ചുറ്റുപാട് നോക്കാതെ ചെയ്തതൊരു 3 ജീവിതമാണ്. അതാ ഇപ്പം ഇതുപോലത്തെ വെസ്റ്റേൺ കൺട്രീസിൽ അല്ല ഇപ്പം നമ്മുടെ നാട്ടിലെ രീതി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ബ്രേക്കിംഗ് ലോസ് ആണ്. അപ്പം ഇടിച്ചു കുത്തി കയറുക ഒത്തുകയറ്റി പോകുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം നമുക്ക് റോഡ് സൈൻസ്, റോഡ്സിൻ്റെ എല്ലാ വരയും കുറികളും പ്രോപ്പറാണ്, റോഡ് സൈൻസും പ്രോപ്പറാണ്, എല്ലാം പ്രോപ്പറാണ്. അപ്പം അത് കണ്ട് ഇപ്പം ഈവൻ റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയാറില്ലേ, ഞാനൊരു ഇച്ചിരി കുരുത്തക്കേട് ഡ്രൈവറാണ്, ഇത്രയും പേഷ്യൻ്റ് ആയിട്ടെല്ലാം നോക്കുന്നതല്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പം ഐ ഹാവ് ടു ഇംപ്രൂവ്, ഹാവ് റൂം ടു ഇംപ്രൂവ് എന്ന് ഞാൻ നോക്കാണ്ട് പോയതാണ്. ഇപ്പൊ കണ്ടത് അവന്റെ ജീവിതം മാറി പറഞ്ഞു, തകർന്നു. അപ്പം നമ്മൾ ഇന്ത്യക്കാരോട് പൊതുവെ എല്ലാവർക്കും ഉള്ള ദേഷ്യമാണ് ഇത്, നമ്മൾ ഇതൊന്നും നോക്കുകയല്ല ശ്രദ്ധിക്കുകയല്ല എന്ന്. അവിടെ ഇല്ലീഗൽ യൂ ടേൺ എന്ന് പറഞ്ഞാൽ നോ യൂ ടേൺ എന്ന് പറയുന്നതിൻ്റെ യൂ ടേണിൻ്റെ ഒരു സൈനും അതിന് റെഡ് വെച്ചിട്ട് ഒരു ക്രോസ് ഉള്ള ഒരു സൈൻ ഉണ്ടാവും. അതാണ് ഇല്ലീഗൽ. അവിടെ യൂ ടേൺ എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു സൈനാണ്. അത് ബിക്കോസ് മേ ബി അവരുടെ റോഡിൻ്റെ വീതി കാരണവും അങ്ങനെ ഓരോ ഇതുകൊണ്ടായിരിക്കും അവരവിടെ നിയമം നോക്കിയിട്ടായിരിക്കും അല്ലേ, അളന്നും കുറിച്ചുമായിരിക്കും അത് ചെയ്യരുതെന്ന് അവിടെ ബോർഡ് വെച്ചേക്കുന്നത്. അവിടെ കൂടെ തന്നെ ചെയ്യുക എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ തെറ്റ്, അതിൻ്റെ കൂടി ഇത്രയും വലിയ വണ്ടി കൊണ്ട് അല്ലേ. അപ്പോൾ ഇതിപ്പം അറിഞ്ഞായിരുന്നു കുറേ പഞ്ചാബി യൂത്ത് 2 മില്യണിൽ കൂടുതൽ ആൾക്കാർ ഈ ക്ലെമൻസിയോ അങ്ങനെ എങ്ങാണ്ടാ പറയുന്നത് ദയാഹർജി പോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും കൊടുത്ത് ഇപ്പം സംഭവിച്ചേക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ആ ടോപ്പിക്കിലേക്ക് വരാം കേട്ടോ, നമുക്ക് സംസാരിക്കാം. കാരണം അവൻ്റെ കൂടെയുള്ള പാസഞ്ചറിനെ അറസ്റ്റ് ചെയ്തു. പാസഞ്ചറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും ഇല്ലീഗലാണ്.
ഈ സൈൻ ചെയ്തേക്കണവരെല്ലാം അവർ ട്രാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പകുതി 3/4 പേരും അറിയാമല്ലോ. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഞാൻ അവർ റേഷ്യലി പറയുന്നതല്ല, ഇൻസ്റ്റാഗ്രാമിൽ വരെ അറിയാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇല്ലീഗലായിട്ട് വരുന്നത് നമ്മുടെ ഇവരുടെ നാട്ടിൽ നിന്നാണ് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സൈൻ ചെയ്തവരെ ഒരു പകുതി പേരെ ട്രാക്ക് ചെയ്ത. കാരണം ലോകത്ത് ഒരിടത്തും കേൾക്കാത്ത ഒരു സംഭവമാണ് ഇവൻ്റെ കൂടെ ട്രാവൽ ചെയ്ത പാസഞ്ചറിനെ അറസ്റ്റ് ചെയ്തതെന്ന്. അപ്പം ഇവൻ ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ അവൻ ആരാന്ന് തപ്പിപ്പിടിച്ചാണ് അത്. അവനെ തപ്പിപ്പിടിച്ചപ്പോൾ അവന് ഇവൻ്റെ കൂട്ടത്തിൽ ഇല്ലീഗലായിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവൻ നേരെ ഡിപ്പോർട്ടിങ് ആയി. ഇവന് 30 കൊല്ലം ജയിലും അതോടൊപ്പം അത് കഴിഞ്ഞ് ഡിപ്പോർട്ടേഷനുമാണ് പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ ഇവരെ രണ്ടുപേരെയും ഹയർ ചെയ്ത കമ്പനി, അത് പഞ്ചാബി കമ്പനി, ആ കമ്പനി പൂട്ടിപ്പോയി. അവരെ പുറകെയുള്ള ലീഗൽ പ്രശ്നങ്ങൾ വേറെ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സെക്ഷനൊക്കെ നമുക്ക് പിന്നെ പറയാം. പക്ഷേ ഇതിപ്പോൾ ഇത്രയും സെൻസിറ്റീവ് ആവാൻ കാരണമുണ്ടല്ലോ. കാരണം അത് അവൻ എന്ത് വിചാരിച്ചിട്ടാണ് അത് എടുക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വണ്ടിയുടെ നീളവും വീതി അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. അത് 2 ലെയിൻ വൺ സൈഡിലേക്ക് ഉള്ള ഒരു റോഡായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഒരു കാറോ ഇപ്പം അതിന് ബദലായിട്ട് ഇപ്പം റീസെൻ്റ്ലി ഒത്തിരി ആൾക്കാർ, ഇപ്പോൾ പ്രത്യേകിച്ച് പഞ്ചാബികളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ അല്ല യൂട്യൂബിലൊക്കെ ഇട്ട് കാണിക്കുന്നത് സ്കൂൾ ബസ് യൂ ടേൺ എടുക്കുന്നതും മറ്റ് പല വണ്ടികളും ഇല്ലീഗലി യൂ ടേൺ എടുക്കുന്നത് കണ്ടില്ലേ? ഇവനെ മാത്രം റേഷ്യലി പ്രൊഫൈൽ ചെയ്യാന്ന്. ബ്രോ, ഒരു സ്കൂൾ ബസ്സിൻ്റെ 2 സ്കൂൾ ബസ് വെക്കാവുന്ന നീട്ടത്തിലാണ് നമ്മുടെ ഒരു ട്രക്ക് ഇരിക്കുന്നത്. ഈ ചെറിയ ആ 2 റോഡുകൾക്കിടയിലുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഒരു സ്കൂൾ ബസ്സോ കാറോ ബസ്സോ മറ്റെന്ത് കയറ്റിയിട്ടാലും ആ ഗ്യാപ്പിൽ അത് നിൽക്കും. അപ്പൊ അവർക്കൊന്ന് വെട്ടിച്ചാൽ അങ്ങോട്ട് പോകാനുള്ള വെട്ടിക്കണ്ട. ആ 2 നമ്മൾ ലൈൻ ബ്ലോക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നവനും പോവാം. ഈ ബസ്സാണേലും ഇത് ഇട കയറി നിൽക്കും. പക്ഷെ ട്രക്ക് എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി നീട്ടം ഉണ്ടെന്ന് പറയുമ്പോൾ നാച്ചുറലി അവന് യൂ ടേൺ എടുക്കണ്ട, അത് പറ്റൂലാത്തോടത്താണല്ലോ നോ യൂ ടേൺ എന്ന് വെച്ചേക്കുന്നത്. അവൻ ട്രക്ക് കയറ്റി അങ്ങ് വെച്ച് കഴിയുമ്പോൾ അവൻ്റെ ഇപ്പുറത്തെ ട്രാഫിക് നിന്നിട്ട് വേണ്ട അവൻ അടുത്ത് എടുത്തുകൊണ്ട് പോകാൻ. അപ്പം ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇവൻ്റെ ട്രെയിലർ ഈ 110 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ലൈനുകളെല്ലാം ബ്ലോക്കിംഗ്. അങ്ങനെ ഒരു സാധനം അവിടെ വരാൻ പാടില്ല. അതാണ് സംഭവിച്ചത്. പക്ഷേ ഞാൻ എല്ലാ ഭാഗവും ചോദിക്കുക, അതായത് ആ വീഡിയോയ്ക്ക് അത് ശ്രദ്ധിച്ചായിരുന്നു. ആ കാർ അതും പറയുന്നുണ്ട് ഇൻസ്റ്റോ ആൾക്കാർ, അവരൊരു ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ഫുൾ സ്പീഡിൽ ഇങ്ങനെ വരുക. എന്നിട്ട് ക്രൂസ് കൺട്രോൾ ആയിരുന്നു. ടെസ്ല വല്ലതും ആയിരുന്നു? ടെസ്ല വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ നീനൂസ എടി, ഫ്രീ വേയിൽ അയാളുടെ മുമ്പിൽ വണ്ടി ഇല്ലെന്നുണ്ട് അയാൾ എന്തിനും ബ്രേക്ക് ചവിട്ടണം? അല്ല, ഇങ്ങനെ ഇപ്പൊ ട്രക്ക് ഇപ്പൊ കണ്ട സ്ഥിതിക്ക് അയാൾ റെഡ്യൂസ് ചെയ്ത് പോയോ ഷോൾഡറിലോട്ട് തിരിയാനൊന്നും നോക്കാൻ. ഇയാളെ രക്ഷിക്കാൻ വേണ്ടി 100% റോങ് ആയിട്ട് പറയുന്നത്. ആരെയും രക്ഷിക്കാൻ വേണ്ടിയില്ല, ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അവൻ ചെയ്തത് മരിച്ചുപോയ 3 പേരുടെ why they didn't do anything defensive, because അതിന്റെ ചുറ്റും അപ്പുറം ഇപ്പുറം ഒന്നും ഒരു വണ്ടിയില്ല. എടി, അത് നിനക്ക് ഇതിപ്പോ കൂടുതൽ പറഞ്ഞു പോയാൽ ചിലപ്പം നിന്റെ ട്രാഫിക്കിന്റെ ഇഗ്നോറൻസിനെ കുറിച്ച് വെളിപ്പെടും. അയാൾ എവിടുന്ന യൂ ടേൺ എടുത്തതെന്നറിയാവോ? എവിടുന്ന? കാരണം ആ ട്രക്കിനെ വളഞ്ഞു കിട്ടണമെങ്കിൽ റൈറ്റ് മോസ്റ്റ് ലൈനിൽ നിന്നാണ് അയാൾക്ക് വളഞ്ഞു വരാൻ. അവൻ സ്ലോ ലൈനിൽ റൈറ്റ് മോസ്റ്റ് ലൈനിൽ നിന്നും ഫുള്ള് റോഡ് ബ്ലോക്ക് ചെയ്ത് വളച്ചെടുത്തിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നേക്കണേ. അപ്പൊ ഈ ലൈനുകളെല്ലാം ബ്ലോക്ക് ചെയ്യുക. ശരിക്കും യൂ ടേൺ എടുക്കുന്ന ഒരാൾ നിൽക്കേണ്ട ലൈൻ ഏതാ? അപ്പുറത്തെ ലെഫ്റ്റ് ലൈൻ, ഇങ്ങേറ്റത്തെ ലൈനിൽ. അപ്പൊ ഇവിടുന്ന് ഇവൻ ഇങ്ങനെ വളഞ്ഞ് ഓപ്പോസിറ്റ് വണ്ടി ഒന്ന് വളച്ചിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് ശരിക്കും സംഭവിച്ചേക്കുന്നത് മറ്റേ ഇവന്റെ ഹണിബി സിനിമയ്ക്കകത്ത് മറ്റേ കൊച്ചി ലോക്ക് ഇടാന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു വലിയ ലോറി ഉണ്ട്, ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കണോ, അതുപോലെ ഒരു വളവാണ് വളച്ചത്. അത് ദാറ്റ് ഷുഡന്റ് ബി ഹാപ്പനിങ്. സ്ലോ മോസ്റ്റ് ലൈനിന്ന്. കാരണം അങ്ങനെ വളച്ചാൽ ട്രക്ക് അവന്റെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ. ഐ അണ്ടർസ്റ്റാൻഡ് ഹീസ് ഇൻ ഫോൾട്ട്, ഹി ഡിഡ് ഇല്ലീഗൽ. ബട്ട് ഞാൻ എൻ്റെ ഒരു ഇത്, ഞാൻ ആ വരുന്ന മിനി വാനിലുള്ള ആളാന്നിരിക്കട്ടെ, ആ 3 മരിച്ച ആൾ, why he is not sudden braking? മിനി വാനിലുള്ള ഒരാള് അങ്ങേ അറ്റത്ത് പോകുന്ന ലൈനിലുള്ള ആള് ഇൻഡിക്കേറ്റർ ഇട്ട്, ഇപ്പം യൂ ടേണിനായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ? ഇല്ല, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അവന് ലെഫ്റ്റും റൈറ്റും അല്ലേ ഉള്ളൂ. അപ്പൊ റൈറ്റ് മോസ്റ്റിൽ പോകുന്ന ഒരാൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാലും അവന് ഇപ്പുറത്തേക്ക് ലൈൻ ചേഞ്ച് ചെയ്യാന്നല്ലേ ആൾക്കാർ വിചാരിക്കുള്ളൂ. ഇവൻ വളച്ചിങ്ങ് വട്ടം വെക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുവോ? 110 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന റോഡിൽ പിടിച്ചാൽ കിട്ടൂല, പാളി തന്നെ തെറിച്ചു പോകല്ലേ ഉള്ളൂ. അടിയിലോട്ട് വന്നങ്ങ് കയറുമായിരുന്നു അല്ലേ, അതിന്റെ അടിയിലോട്ട്. അതായത് മൊത്തം തല ഇട്ടിച്ച് ഇങ്ങനെ അങ്ങ് പോവുക അതിന്റെ ട്രെയിലർ വഴി. അത് 100%. അത് കണ്ടിട്ടും ഞാൻ വേറെ അവനെ ന്യായീകരിക്കാൻ വേണ്ടിയോ അതൊന്നും അല്ല പറഞ്ഞത്. എങ്ങനെങ്കിലും ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ട്, മനസ്സിലായോ, സഡൻ ബ്രേക്ക് പിടിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വെച്ചിട്ട് ആ കാറുണ്ടല്ലോ സൈഡിലോട്ട് അങ്ങോട്ട് പോയി ഇടിച്ചാലും ചിലപ്പോൾ മരിക്കത്തില്ലായിരുന്നു. അതിന്റെ ആ വീഡിയോയ്ക്കകത്ത് സൈഡിൽ ഒരു ട്രഞ്ചോ കുഴിയോ ഏതാണ്ടാ. ഇവൻ ബ്ലോക്ക് അവനകത്ത് ആ റൈറ്റ് മോസ്റ്റ് ലൈനിൽ വരെയല്ലേ അവൻ പോയിട്ടുള്ളൂ.
എന്നാൽ മരണം ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് മനസ്സിലായി ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു കാരണവശാലും ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ല ഇതിനകത്ത്. 3 പേര് മരിച്ചു എന്നുള്ളതാണ് ഫ്ലോറിഡ ആൾക്കാർ. അപ്പോൾ എന്തായാലും 100-ന് 110% അവൻ്റെ മിസ്റ്റേക്കാണ്. അവൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് മാത്രമല്ല, അവൻ ആ ചെയ്തു, ആൾക്കാർ മരിച്ചു. ആ സ്പോട്ടിൽ അവൻ്റെ ടെസ്റ്റ് ഇപ്പോൾ അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ്റെ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഒരു CDL ഡ്രൈവർ, CDL എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡ്രൈവറെ പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് നടത്തും, ഡ്രഗ് ടെസ്റ്റ് നടത്തും, നമ്മളെന്തെങ്കിലും ഇൻടോക്സിക്കേഷന് അടിയിലാണോന്ന്. രണ്ടാമത് ട്രാഫിക് സിഗ്നൽസിൻ്റെ ടെസ്റ്റ്. ഇത് 3 നടത്തിയാൽ ഇവന് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയത്തില്ല, വിച്ച് മീൻസ് റോഡ് സൈൻസ് വായിക്കാൻ അറിയത്തില്ല, GPS-ൻ്റെ അകത്ത് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേട്ടാൽ ഇവന് മനസ്സിലാവുകയില്ല. രണ്ടാമത്തെ കാര്യം 16 ട്രാഫിക് സൈൻസ് കൊടുത്തിട്ട് അവനോട് റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞു. അവൻ എത്ര റെക്കഗ്നൈസ് ചെയ്തെന്ന് 3 ആ സിറ്റുവേഷനിൽ അവിടെ വെച്ചാണോ ഇതൊക്കെ ചെയ്യുന്നത്? അവനറിയില്ല. ജീസസ്, ആരാ അപ്പോൾ അവന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തത്? അതാണ് അവർ ചോദിക്കുന്നത്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ശരിയായിട്ടുള്ളതാണ് ഡ്രൈവിംഗ് ലൈസൻസ്? ഇവൻ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്നുള്ളത് പോട്ടെ, പക്ഷെ ഒരു ട്രക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് റോഡ് സൈൻസ് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുക. അപ്പൊ പിന്നെ അവൻ മേക്ക് ചെയ്യുന്നത് പ്രോപ്പർ ടേൺ ആണോ ഇല്ലീഗൽ യു ടേൺ ആണോ എന്നുള്ള അവൻ തന്നെ എങ്ങനെ അറിയുന്നത്? അതിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തായിരുന്നെങ്കിൽ അവൻ്റെ ഈ പറയുന്നതിൽ ഒരു ന്യായീകരണമോ കാര്യങ്ങളോ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു റാൻഡം റോഡ് സൈഡ് ചെക്ക് പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചെക്ക് ചെയ്തു നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റും കിട്ടാതെ നമ്മളോട് പൊക്കോളാൻ പറഞ്ഞത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷേ ഇവനെ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, കേട്ടാൽ മനസ്സിലാവുന്നില്ല. ഇല്ല, ഇത് ഞാൻ കേട്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഇത് നടക്കുമ്പോഴേ, അതായത് ട്രയൽ നടക്കുന്ന വീഡിയോ ഒക്കെ വരുന്നുണ്ട്, ക്ലിപ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ കേട്ടപ്പോൾ അയാൾക്ക് ട്രാൻസ്ലേറ്റർ വേണം. ഇംഗ്ലീഷ് ആൾക്കാർ പറയുന്ന ഒന്നുമേ, അതായത് ബേസിക് ഇംഗ്ലീഷ് അല്ലേ പറയുന്നത്, അല്ലാതെ ആക്സെൻ്റ് ഉള്ള ഇംഗ്ലീഷോ അല്ലെ അങ്ങനൊന്നും അല്ല. അത് പറയുന്നതിന് പഞ്ചാബിയിൽ പറയുമ്പോൾ അയാൾ ഹാ എന്ന് മറുപടി പറയുന്നത്. അത് ഇനിയിപ്പം ഒരു ടാക്ടിക്സ് ആണോ എന്ന് പപ്പ പറഞ്ഞ പോലെ എനിക്കറിയത്തില്ല. ബട്ട് അതുപോലും ബേസിക് അറിയത്തില്ല, എല്ലാം പഞ്ചാബി ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതെന്തുവാട്ടെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പിന്നെയും പോട്ടെ, അവൻ്റെ ടെൻഷൻ മറ്റേ മറിച്ച അല്ല ഇവരുടെ ടാക്ടിക്സ് ആലോചിക്കാനുള്ളതോ അല്ല അവന് നാട്ടിലേക്ക് തിരിച്ചു വിടാതെ ഇവിടെ നിൽക്കാനുള്ള എന്തോ സെറ്റപ്പ് ആണെന്ന് വിചാരിച്ചാലും ട്രാഫിക് സയൻസ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച്. അങ്ങനെയാണ് അവൻ ഒരിക്കലും കൊമേഴ്സ്യൽ ട്രക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് എങ്ങനെയായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്? അതും ഒരു കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പം എന്തായാലും ഈ ഒരു ഇഷ്യൂ ഇത്രയും സെൻസിറ്റീവ് ആവാൻ കാരണം ഇതൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അവൻ ഭയങ്കരമായിട്ട് ചെയ്തു. രണ്ടാമത്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഒരു കൊമേഴ്സ്യൽ ട്രക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അറിവ് അനിവാര്യതയാണ് ഇവിടെ. അയാൾക്ക് പല സ്ഥലങ്ങളിലും അയാളുടെ ലോഡിനെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടവരും GPS പറയുന്നത് മനസ്സിലാവേണ്ടവരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട്. രണ്ടാമത്തെ കാര്യം, ട്രാഫിക് സൈൻസ് 16 ട്രാഫിക് സൈൻസ് അവനെ കാണിച്ചതിൽ അവന് 3 മനസ്സിലായുള്ളൂ ഇത് എന്തിനുള്ളതാണ്. അപ്പോൾ ട്രാഫിക് സൈൻസ് ഇതൊന്നും അറിയാൻ പാടില്ലാതെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടി ഇടിച്ച് കയറിയാലോ ഉണ്ടാക്കുന്ന അപകടം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്രമാത്രം റോങ് ആയിട്ടായിരിക്കും അവനത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വക ഇഷ്യൂകളൊക്കെ കൊണ്ടാണ് ഇത് ഇത്രയും വലിയ സെൻസിറ്റീവ് ആയത്. അത് ഈ ഒരു ഒറ്റ ഇഷ്യൂ മാത്രമല്ല, പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എത്ര നെഗ്ലിജൻ്റ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത്. അതിപ്പം നമ്മുടെ ഇന്ത്യ തന്നെയാണെങ്കിൽ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പം നമുക്കറിയാമല്ലോ, മൊത്തത്തിൽ ഇന്ത്യ നോക്കിയാലും അത്യാവശ്യം ട്രാഫിക് സയൻസിനെ മാനിച്ചുകൊണ്ടും മര്യാദയ്ക്ക് ഓടി. ആ ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ MVDയുടെ ഒരു ഇടപെടലൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ പറയണം കേട്ടോ. കാരണം നമ്മളെ നിയമങ്ങളൊക്കെ അത്ര ശക്തമായതുകൊണ്ടും അവർ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം മോശത്തോടെ അവർ വണ്ടി ഓടിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം അതേ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ തന്നെയാണ് ഇവിടുത്തെ റോഡുകളിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഇപ്പം മറ്റുള്ള റേഷ്യൽ പ്രൊഫൈലിലുള്ള ആൾക്കാർ നമ്മളെ ബ്ലെയിം ചെയ്യുന്നത് പോട്ടെ, ഇപ്പം ഡ്രൈവിംഗ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന നമുക്ക് തന്നെ ഇമാരി തന്നെ കാണിക്കുന്നതെന്ന് പല സാഹചര്യങ്ങളിലും ദേഷ്യം വന്നിട്ടുണ്ട്. അങ്ങനത്തെ തോന്നിയിട്ടുള്ള ഇൻസിഡൻറ്റുകളിലേക്കൊക്കെ ഞാൻ മുന്നോട്ട് വരാവേ. ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞില്ലേ പെട്രോൾ, അത് എനിക്കറിയത്തില്ല ആരാന്ന്, എന്നാലും ഇങ്ങനെ വഴി ബ്ലോക്ക് ചെയ്ത് പെട്രോൾ അടിക്കാനും മറ്റേ പാർക്കിംഗ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഫ്യൂലിംഗ് ലൈനിലിട്ട് ബ്രേക്ക് എടുക്കുന്ന ആൾക്കാർ.
അപ്പൊ ഞാനിപ്പം ഗൂഗിൾ അടിച്ച് നോക്കിയായിരുന്നേ എങ്ങനെയാണ് ഇലീഗൽ ഇമിഗ്രൻസിന്, നമ്മൾ അങ്ങോട്ട് ഗൂഗിൾ ആണല്ലോ നമ്മുടെ ആള്, ഇലീഗൽ ഇമിഗ്രൻസിന് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതെന്ന്. കാലിഫോർണിയയിൽ ഒരു റൂൾ ഉണ്ട്, അതായത് 2015 എങ്ങാണ്ട് പാസ്സായ റൂള്, ബിൽ 16 എങ്ങാണ്ടാ പറയുന്നത്. അപ്പം നമ്മുടെ ഈ അമേരിക്ക ഓരോ കൗണ്ടി അല്ലെ ഇങ്ങനെ ഇതും ഓരോ റൂൾസ് ആണല്ലോ. അപ്പൊ അവർക്ക് ഇലീഗൽ ഇമിഗ്രൻസിനും ഏത് ലൈസൻസും അക്വയർ ചെയ്യാം. അഡ്രസ് പ്രൂഫും ഐഡന്റിറ്റി ഡോക്യുമെന്റും കൊടുത്താൽ മതി. അഡ്രസ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇത്രയും നാൾ താമസിച്ച യൂട്ടിലിറ്റി ബില്ല് കിട്ടും, ആർക്കും XYZ കിട്ടും. അതിന് പാസ്വേർഡോ ഇതോ വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലൈബ്രറിയുടെ ഇതോ എങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് അഡ്രസ് പ്രൂഫാ. ഐഡന്റിറ്റി ഇതിനു വേണ്ടി എന്ത് വേണമെങ്കിലും കൊടുക്കാം, പാസ്വേഡ് അല്ലാതെ ഐഡന്റിറ്റി. അങ്ങനെ ആയിരിക്കും പുള്ളിക്ക് കിട്ടിയത് ഇല്ലീഗൽ ഇമിഗ്രന്റ് ആണെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പൊ ഫ്ലോറിഡ, കാലിഫോർണിയനെയും അല്ലെ വാഷിംഗ്ടണിനെയൊക്കെ ഇതിനെല്ലാം സാങ്ച്വറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. കാരണം ഇല്ലീഗൽ ഇമിഗ്രേഷനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിവേ അതിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് വരാം. ഞാൻ ശരിക്കും ഈ ഒരു ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ പല ടോപ്പിക്കുകളിലേക്ക് വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഇയാളിപ്പോൾ കാണിച്ച മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പം രണ്ടാമത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ സംശയം തോന്നും, ഇവനെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ മാത്രമേ ഇതെല്ലാം ചെയ്യാറുള്ളെന്ന് തോന്നുമല്ലോ. അല്ല, ഇപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിലെ ഡ്രൈവിംഗ് കൾച്ചറിൽ ഇമിഗ്രൻസ് ആയിട്ട് എവിടെ നിന്നൊക്കെ ഉണ്ടോ, അതിപ്പം നമ്മളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, ചൈനക്കാരുണ്ട്, ഫിലിപ്പീനോസ് ഉണ്ട്, ആഫ്രിക്കക്കാരുണ്ട്, പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, മെക്സിക്കൻസ് ഉണ്ട്. ഇവരെല്ലാം ഈ കാട്ടായങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ നേരെ ഇത്രയും ഹെയ്റ്റ് വരാനുള്ള കാരണം എന്തായിരിക്കും? നമ്മുടെ നേരെ കാരണം നമ്മൾ എണ്ണത്തിൽ കൂടുതലുമാണ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഈ ബാക്കിയുള്ളവരെല്ലാം ലോ എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവർ പെട്ടെന്ന് ഒതുക്കത്തിലായിരിക്കും ഇതെല്ലാം കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടുകാരുടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ വണ്ടികളിലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ നോർത്ത് ഇന്ത്യക്കാരുടെ വണ്ടികളിൽ ഇവരുടെ നമ്മുടെ നാട്ടിലെ മറ്റേ നാഷണൽ പെർമിറ്റിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന പോലത്തെ കൊടിയും തോരണങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മുടെ ഇന്ത്യൻ പേരുകളും ഇതൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറികൾ ഓടി വരുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പം വണ്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഈ അലമ്പ് കാണിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പം ഈ സംഭവം കഴിഞ്ഞ പിന്നെ എൻ്റെ ന്യൂസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റോട്ടിലെല്ലാം എല്ലാ ഇന്ത്യക്കാരുടെ വണ്ടികളും പിടിച്ചിട്ട് വെക്കുക, കണ്ടിന്യൂസ് ചെക്ക് ചെയ്യും. കാരണം ഒരു വണ്ടി കാണും പറയും. ഇപ്പം നമ്മുടെ കാര്യം തന്നെ ആലോചിച്ച് സിദ്ധി ട്രക്ക്, പഞ്ചാബ് വേണ്ടിയാന്ന് ഉറപ്പല്ലേ, ഗരുഡ ട്രാൻസ്പോർട്ടേഷൻ, ഷെട്ടി ട്രാൻസ്പോർട്ടേഷൻ, അല്ല സിംഗ് ബ്രദേഴ്സ്, ഇങ്ങനത്തെ ഇംഗ്ലീഷുകാരൊക്കെ PVM, MEM അങ്ങനത്തെ എന്തെങ്കിലും വെസ്റ്റേൺ പേര്, വാർണപ്രദേശ് PPP അല്ല അങ്ങനെയുള്ള സാധനമായിരിക്കും. ഇതിങ്ങനെ കൊടിയും തോരണമൊക്കെ ആയിട്ട് വരുമ്പോഴേ അവന്മാരെ പിടിച്ചു നിർത്തി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ വണ്ടികൾ ഇപ്പം ഈയിടെ ഈ പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ വീഡിയോസ് പുറത്ത് വന്നു. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നത്, ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ മറ്റേ സൈഡിൽ സ്റ്റവ് ഒക്കെ ഓൺ ചെയ്ത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി ഉരുട്ടി വെക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ നാട്ടിലെ നാഷണൽ പെർമിറ്റ് വണ്ടികളിലൊക്കെ കഞ്ഞി വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നവർ കാണില്ലേ. പക്ഷേ ഇവിടെ അത് വലിയ ഫയർ ഹസാർഡല്ലേ. അങ്ങനെയുള്ള പല ഇതൊക്കെയാണ് ഇവർ കാണിക്കുന്നത്, മറിച്ചാന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു. ഇനിയിപ്പോൾ ഇന്ത്യക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കൂലേ? അപ്പം കൊടുക്കൂലെന്നല്ല, ഇപ്പം പ്രോപ്പറായിട്ട് അക്വയർ ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ അട്ടപാടെല്ലാം എല്ലാം ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കാരണത്തിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്താ എന്തിനേലും പിടിച്ചു കഴിഞ്ഞാൽ ജാതകം വരെ ചോദിക്കും എന്നുള്ള അവസ്ഥയായി. അതെ, അങ്ങ് ജാതകം വരെ ചോദിച്ചത് എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? കാരണം മാക്സിമം പേരെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിമം സേഫായിട്ട് ഓടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. എനിക്ക് മാത്തുവിൻ്റെ കാര്യത്തിലുള്ള ഒരു ധൈര്യം, അവനൊരു ഞാനാണ് നമ്മുടെ വീട്ടിലെ ഇച്ചിരി ഇല്ലീഗൽ ഡ്രൈവർ ഞാനാ. എനിക്ക് ഇച്ചിരി കുത്തിത്തിരിപ്പൊക്കെ ഉണ്ട്. ഇച്ചിരി സ്പീഡ് കൂട്ടുക, യൂടേൺ എടുക്കാത്തടത്ത് യൂടേൺ എടുക്കാനൊന്നും ഞാൻ ചെയ്യാറില്ല. എന്നാലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മാന്യത, അതായത് ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് പാസ്സാകാം. അപ്പോൾ ഓറഞ്ചിന് മാറ്റി ഓറഞ്ച് ആകുമ്പോൾ ചവിട്ടി നിർത്തും. ഞാൻ ഓറഞ്ചിൽ അങ്ങ് പോയാലോ ഇച്ചിരി മാന്യത ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ ഇപ്പം ഈ പറഞ്ഞില്ലേ, ഈ സംഭവം നമ്മളെല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളതാണ്. ഇപ്പം പൊതുവെ ഇപ്പം കാനഡനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വരെ അറിയാം ബ്രാംപ്ടൺ മോശം സ്ഥലമാണ് എന്ന് പൊതുവെ ഉള്ളൊരു വെപ്പ്. അതുപോലെ ഇംഗ്ലണ്ടിലെ സൗത്ത് ഹോള്, ഈസ്റ്റാം, പുതിയ സ്ഥലമുണ്ടല്ലോ സ്കാർബ്രോയും, അതും ഇത് തന്നെയാണ് മോശം. അപ്പം ഈ ഏരിയകൾ ആ സ്ഥലം മോശമായതുകൊണ്ടല്ല, അവിടെയൊക്കെ താമസിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടും
നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ ഇന്ത്യവൽക്കരിച്ചു അല്ലെ, നമ്മുടെ ആ ഒരു കൾച്ചറിലോട്ട് അങ്ങ് ആക്കി ആക്കുകയെന്നല്ല, ചപ്പ് കൊണ്ടിടുക. ഇവിടുത്തെ നിയമങ്ങളോടോ അല്ലെ ഇവിടുത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലിനോടോ കൾച്ചറിനോടോ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ആ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെല്ലാം ഒരു ബാഡ് റെപ്യൂട്ടേഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയും ഹെയ്റ്റ് നമ്മൾ ഇന്ത്യക്കാർക്ക് നേരെ വരാനുള്ള കാരണം. അപ്പൊ ഞാൻ മറ്റ് കാടടച്ച് എല്ലാ ഏരിയാസിലെ കുറിച്ചൊന്നും പറയുന്നില്ല, ജസ്റ്റ് ട്രക്കേഴ്സിന്റെ ഇടയിൽ നമ്മളോട് ഇത്രയും ഹെയ്റ്റ് വരാനുള്ള കാരണങ്ങൾ മാത്രം പറയാം. ഒന്നാമത്തെ കാര്യം ഇന്ത്യക്കാരുടെ സെൽഫിഷ്നെസ്. ഞാൻ 10,000 പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നീ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫ്യൂവൽ അടിക്കുന്നിടത്ത് ഇട്ട് പാർക്ക് ചെയ്യുക. എത്രമാത്രം പാർക്കിംഗ് സ്പോട്ട് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഫ്യൂവൽ ഐലൻഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി, കാരണം ഫ്യൂവൽ അടിക്കേണ്ട സ്ഥലമല്ലേ അത്, അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ ആ വണ്ടിയിൽ ലോക്ക് ചെയ്തിട്ട് ഇവര് കുളിക്കാൻ പോവും, പല്ല് കേൾക്കാൻ പോവും, അല്ലെ 1/2 മണിക്കൂർ സ്ട്രിക്റ്റ് ബ്രേക്ക് എടുക്കേണ്ടതുണ്ട്, അതിന് വേണ്ടിയിട്ട് പോകും. അപ്പം ടീമായിട്ട് ഓടിക്കുന്നവരായിരിക്കും ഈ മിക്കവരും. കാരണം പുതിയ പിള്ളേരാ മിക്കവരും ഈ പാർക്കിംഗ് അറിയാൻ പാടില്ലാത്തവരാണല്ലോ സ്പോട്ട് ഉണ്ടായിട്ടും പാർക്കിംഗ് ഇടാത്തത്. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, സിംഗിൾ ഓടിക്കുന്ന ഡ്രൈവർമാർ അവരുടെ ലോഗിൻ്റെ അറ്റത്ത് വെച്ചിട്ടായിരിക്കും അവന്മാർ വരുന്നത്. കാരണം അവർക്ക് ഫ്യൂൽ അടിച്ച് പോകണം, കാരണം ലോഗിൻ്റെ ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, വയലേഷനിൽ പോകാൻ പാടില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും അല്ല അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് ടൈമിന്, കാരണം 5 മണിക്ക് ക്ലോസ് ആവുന്ന വേറെ ദിവസത്തിൽ 4:45 നമ്മൾ എത്തി ചെക്ക് ഇൻ ചെയ്താലായിരിക്കും അവർ അന്ന് ലോഡ് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അന്ന് രാത്രി മുഴുവൻ അവിടെ കിടന്ന് അടുത്ത ദിവസം നമുക്ക് ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള എമർജൻസി ആവശ്യത്തിന് ഓടി ഒന്ന് ഫ്യൂൽ അടിക്കാൻ വരുന്നവര് ഇവര് ബ്ലോക്ക് ചെയ്ത് കിടക്കുക. ഫ്യൂൽ അടിക്കാൻ പറ്റാനുള്ള 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇവര് മാറുള്ളൂ. Texas, TA. Got 1, 2, 3, 4, 5 trucks on the pumps and none of them are pumping. I have to make this fucker move because he was also at the pump not pumping, just sitting in his truck. അപ്പം ഞാൻ ചോദിക്കോ, ഒരു പെട്രോൾ ഇതിൽ എത്ര നേരമാണ് നമ്മുടെ ഒരു ടാങ്ക് നിറയാൻ വേണ്ടി? അതിൽ കൂടുതൽ ഇട്ടാൽ അങ്ങനൊന്നും ഇല്ലേ? പെട്രോൾ പമ്പിലൊന്നും മോണിറ്ററിംഗ് ഇല്ലേ? പെട്രോൾ പമ്പ് തന്നെ പറഞ്ഞ എമാർ ലോക്ക് ചെയ്തിട്ട് പോവല്ലേ. ശരിക്കും പറയുവാണെങ്കിൽ അതിന് ക്ലാമ്പ് ചെയ്യണം, എന്നിട്ട് എല്ലാം ഫൈൻ അടപ്പിച്ചിട്ടാ മാറ്റാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് എനിക്ക് ദേഷ്യം വരാറുണ്ട് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ഫോർ എക്സാമ്പിൾ കാറിനാണെങ്കിൽ നമ്മൾ 5 മിനിറ്റിൽ തീരും ഗ്യാസ്, അത്രയല്ലേ നമ്മുടെ കൊള്ളത്തുള്ളത്. അതുപോലെ ടാങ്കിൽ ചിലപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഇച്ചിരി കൂടുതലായിരിക്കും, അതിൽ കൂടുതൽ എടുക്കുമ്പോൾ യു ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഇനി പാർക്കിംഗ് അറിയാൻ പാടില്ല, ഫ്യൂൽ ഐലൻഡിൽ ഇട്ടിട്ട് ബ്രേക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ അങ്ങനെ കുറേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല ചെയ്യുന്നത്, കൂടുതലും നമ്മുടെ നാട്ടുകാരാണെങ്കിലും രാത്രി ഓടിക്കുന്നതല്ല പലരും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിന് വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇങ്ങനെ അറിയാൻ പാടില്ലാത്തവർ ഒരാൾ ട്രക്കിലിരിക്കണം, എന്നിട്ട് പുറകിൽ നമ്മുടെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 5 മൈലിൽ താഴെ അല്ലെ 3 മൈലിൽ താഴെയുള്ള സ്പീഡിൽ നമുക്ക് റോൾ ചെയ്യാൻ വണ്ടി. അപ്പം ഇത് ഈ ഓഫ് ഡ്യൂട്ടി തന്നെ കിടന്നോളും. അപ്പം അവർ പയ്യെ ഫ്രണ്ട് വലിച്ചിട്ട് ഈ പുറകെ വരുന്നവന് ബ്രേക്ക് ഫ്യൂവൽ അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവന് പയ്യെ ഒന്നോടെ കറങ്ങി വന്നിട്ട് ഈ ഫ്യൂൽ ഐലൻഡിൽ വീണ്ടും ഇടാം. നമ്മുടെ പുറകെ വണ്ടികൾ വന്നാൽ അവരെ ഫ്യൂവൽ അടിക്കാൻ സംബന്ധിച്ച് നമ്മൾ മാറ്റി റൊട്ടേറ്റ് ചെയ്തിട്ടാൽ മതി. ഇവരെന്നാ ചെയ്യണം ചെയ്ത് അവിടെ കൊണ്ടേ അങ്ങ് ലോക്കും ചെയ്ത് ഇവര് കുളിക്കാൻ പോവുക, അല്ലെ കുറെ ആൾക്കാരൊക്കെ ഈ പെട്രോൾ പമ്പിന്റെ അകത്ത് പോയി ഒളിച്ചു നിൽക്കും. കാരണം ഇവർ കണ്ടാത്തൊരു പറയില്ലേ വൈറ്റ്സ് എന്നല്ല, ഈ നിൽക്കുന്നവര് കിടന്ന് വഴക്കുണ്ടാക്കും. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ഞാൻ കാണിച്ചു തന്നില്ലേ, നമ്മൾ റഷ് ഇത് നമ്മളെ അപ്പോയിന്റ്മെന്റ് ടൈം മീറ്റ് ചെയ്യാൻ പോയിട്ട് ഒരു ഇതുപോലെ ഇട്ട് നമ്മൾ സംസാരിക്കേണ്ട. അപ്പം അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവര് വഴക്കുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഇവരെന്ത് ഈ ലോക്ക് ചെയ്തിട്ട് ഒളിച്ചിരിക്കും. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്നത്? നമ്മളെല്ലാം ശരിയായിട്ട് ചെയ്താൽ നമ്മളെ ആരും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലോട്ടെ നിൽക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് ഈ പറഞ്ഞ ആൾക്കാർ മറ്റു പല റേസിൽ പെട്ടവരാണെങ്കിൽ ഈ വണ്ടികളെല്ലാം പഞ്ചാബി വണ്ടികളായിരിക്കും, അല്ലെ ഇന്ത്യക്കാരുടെ വണ്ടികളായിരിക്കും. അപ്പൊ ആൾക്കാർ വരുമ്പോ ട്രെയിലറിൽ എഴുതിയേക്കുന്ന പേര് ട്രെയിലറിൽ എഴുതിയേക്കുന്ന പേര് അവർ ശ്രദ്ധിക്കുള്ളൂ, എന്നിട്ട് അവർ നമ്മളെ പ്രൊഫൈൽ ചെയ്യും. പക്ഷെ അത് ഓടിക്കുന്നവൻ ഈ പറയുന്ന പോലെ വല്ല സിറിയക്കാരനോ അല്ലെ പാകിസ്ഥാനിയോ മറ്റേതെങ്കിലും ആയിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ ഈ സിറിയ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഏതാണെങ്കിലും ഈ ഒരു ചെറിയ ബ്രൗണും നമ്മളെല്ലാം ഒരുപോലെ. സത്യമായിട്ടും ഇവര് ശ്രീലങ്ക മുതൽ എല്ലാമേ പറഞ്ഞു. അത് രണ്ടാമത്തെ കാര്യം. ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഈ ഏരിയകളിലുള്ള എന്ത് കാണിച്ചാലും പുറമെ ബാക്കി ആര് നോക്കിയാലും അത് ഇന്ത്യക്കാരാന്നുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പൊ അത് അതും നമ്മുടെ ക്രെഡിറ്റ് പോരും. പിന്നെ രണ്ടാമത്തെ കാര്യം ഉണ്ടല്ലോ, സിവിക് സെൻസ്. ഈ ഒരു കാര്യം കൂടാതെ അവനവന്റെ കാര്യം എന്നുള്ളതല്ലാതെ ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരെ നീക്കം നമ്മുടെ ഇന്ത്യക്കാര്. അതായത് പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാ മാക്സിമം പബ്ലിക് ഇത്രയും പല റേസിൽപ്പെട്ട പല ആൾക്കാർ വന്ന് പോകുന്നതല്ലേ. നമ്മൾ സാധാരണ നമ്മളെ കാര്യം ചെയ്യുന്നു പോകുന്നു, അവിടെ ഒരു സൈലൻസ് അല്ലേ പൊതുവെ.
അവിടെ നീനുസ ഒന്നെങ്കിൽ ഒച്ചത്തിൽ ഫോൺ വിളിച്ച് സംസാരിക്കുക, നമുക്ക് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കേൾക്കാം ഇവൻ ഫോൺ വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും. അത് എത്രമാത്രം മോശം. രണ്ടാമത്തെ കാര്യം, ഇവൻ ചിലപ്പം പഞ്ചാബി പാട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ സിനിമയും കണ്ടോണ്ടായിരിക്കും ഇവന്റെ കാര്യം വാഷ്റൂമിൽ ഇരുന്ന് സാധിക്കുന്നത്. അവിടെ 5 ടോയ്ലറ്റുകളുണ്ട്. ആ 5 ടോയ്ലറ്റ് ഇരിക്കണവന്മാരും ഈ പറയുന്ന പോലെ ഇവന്റെ പാട്ടും ഇവന്റെ ടിവിയും ഇവന്റെ ഫോൺ വർത്താനം കേട്ടോണ്ടാ ഈ ചെയ്യുന്നത്. എത്രമാത്രം ഡിസ്റ്റർബൻസാ. ഇതിനോടൊന്നും ഒരു മര്യാദയില്ല. രണ്ടാമത് അവിടെ ഹാൻഡ് വാഷിങ് ഏരിയ ഉണ്ട്. ഏത് നമ്മൾ കോഫി എടുക്കുന്നിടത്ത് ജസ്റ്റ് ഹാൻഡ് വാഷ് ചെയ്ത് സോപ്പിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അവിടെ ഇവന്മാർ അറിയാമല്ലോ, ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫുഡുകൾ നമ്മൾ മൈക്രോവേവ് ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്നു. ഇപ്പം ഇവർ ചപ്പാത്തി പോലും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയും അല്ലെ അങ്ങനെ കഴിക്കാനാണ് ഇവർക്കത്. ഇവരങ്ങനെയേ ചെയ്യുള്ളൂ. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഈ യൂട്ടൻഷ്യൽസ്, നമ്മുടെ ഫ്രൈങ് പാനും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വെച്ച് ഇവർ മുട്ട പൊരിക്കുക ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പാത്രങ്ങളെല്ലാം ആയിട്ട് ഇവർ ട്രക്ക് സ്റ്റോപ്പിൻ്റെ അകത്തേക്ക് കയറി വരും. എന്നിട്ട് ഈ ഹാൻഡ് വാഷിംഗ് ഏരിയയിൽ ഇവരുടെ പാത്രങ്ങൾ മുഴുവൻ ഇട്ട് ഒരു പാത്രം മെഴുക്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തേണ്ട ഞാൻ കാണിച്ചു തരാം. ഈ സാധനം അവരെ ഇട്ട് എന്നിട്ട് ഈ ഫുഡിൻ്റെ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ അതെല്ലാം സിങ്കിൽ കിടന്ന്, അപ്പോൾ ബാക്കി ജസ്റ്റ് നമ്മുടെ കൈ കഴുകാൻ വരുന്നവരും അല്ല നമ്മുടെ ഈ കോഫി കപ്പ് മാത്രം ഒന്ന് കഴുകാൻ വരുന്നവരും എളുപ്പമായി പോകും. എളുപ്പെന്നുള്ളത് അത് സെക്കൻഡറി. ഫസ്റ്റ് ഇവന്റെ പാത്രം കഴുകി പോകാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണം ഒരു കാപ്പി എടുക്കാൻ വന്നവൻ? ഈ പുറകെ വന്ന ആൾക്കാർ ക്യൂ നിൽക്കുന്നതൊന്നും ഇവനൊരു വിഷയമല്ല. ഇവന് ഈ പറഞ്ഞ പോലെ ചെവിയിൽ ഇതും വെച്ച് മറ്റേ പാട്ടും കേട്ട് എല്ലാ ഫോണും വിളിച്ച് ഇവൻ അവിടെ നിന്ന് പാത്രം കഴുകുക ഒരു 10-15 മിനിറ്റ്. ബാക്കിയുള്ളവന് ജസ്റ്റ് കോഫി കപ്പ് ഒന്ന് റിൻസ് ചെയ്തിട്ട് നേരെ എടുത്തോണ്ട് പോകണ്ടേ. മൂന്നാമത് ഷവർ. എൻ്റെ പൊന്നെ നീനുസേ, ഈ പറയാലോ പലരും ഈ പറയുന്ന പോലെ ഹെയർ ഒന്നും പ്രോപ്പറായിട്ട് ട്രിം ചെയ്യുന്നവരല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യക്കാരുടെ പേഴ്സണൽ ഹൈജീൻ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രമാത്രം പബ്ലിക് സ്പേസുകളിൽ പോകുന്നതാണ്. നമ്മൾ എല്ലാ ഇന്ത്യക്കാരും പറയുന്നില്ല, പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു വേർപ്പ് മണവും ഒരു ഡിയോഡറൻറ്റ് ഉപയോഗിക്കാത്തവരുടെ, ഇപ്പോഴും എനിക്കറിയാം പലരും ഡിയോഡറൻറ്റ് ഉപയോഗിക്കാത്തവർ. എന്തുകൊണ്ടാണോ ഇനിയിപ്പം ചിലപ്പം ഡിയോഡറൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഏത് ബോഡിയിൽ നേരിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ, കാരണം അവർക്കറിയില്ലല്ലോ. നമ്മുടെ സ്വന്തം സെല്ലിന് നമുക്കറിയാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്കേ അത് ഫീൽ ചെയ്യാൻ പറ്റും, അത് ഫീൽ ചെയ്യുള്ളൂ. അപ്പം അതൊക്കെ നമ്മളൊരു പബ്ലിക് സ്പേസിലുണ്ടല്ലോ, ഇത് ആരാ ഏതാണെന്നൊന്നും ഇവർക്ക് മനസ്സിലാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇന്ത്യക്കാരാണ്. അത് നമുക്കെതിരെയുള്ള ഒരു വലിയ കാര്യമാണ്. പിന്നെ ഇവർക്ക് നേരിട്ട് മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല, കാരണം അപ്പൊ തന്നെ റേഷ്യലി പറയാന്ന് പറയാം, മറ്റുള്ളവർ പറയും. എനിക്കും ഇതുപോലത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ജോലി സ്ഥലത്ത്. അതായത് നമ്മൾ യൂണിഫോമും കോട്ടും ഇതും ഒക്കെ ഇട്ട വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ സ്മെല്ല്. അപ്പം നമുക്ക് അത് മാത്രമല്ല, നമ്മുടെ ചാപ്മെൻസിലാണെങ്കിൽ ഐസ്ക്രീം മോളിലെ ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് നമുക്ക് പെർഫ്യൂം അടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. ബിക്കോസ് ന്യൂട്രൽ ആ ഫുഡിനകത്ത് അതിനകത്ത് ടേസ്റ്റ് വരുന്നത്. എന്നാലും പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഓവർ സ്മെല്ലിംഗ്. എന്നാലും ചെയ്യണം. പെർഫ്യൂം അടിച്ചില്ലെങ്കിലും അതായത് നമ്മൾ ഓവർ പവർ ചെയ്ത് ഫുഡിലോട്ട് വരാതെ. അതിപ്പോ പ്രത്യേകിച്ച് മറ്റുള്ള ആൾക്കാരോടും പറയാനുള്ളത്, ഇപ്പം പ്രത്യേകിച്ച് ട്രക്കേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ക്യാബിനിൽ ഷെയർ ചെയ്ത് ജീവിക്കുന്നവരാ. അപ്പം അതിപ്പം ട്രക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ട്രക്കിങ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബിനിൽ നമ്മുടെ കോ ഡ്രൈവറോടുള്ള ഒരു റെസ്പെക്റ്റാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം അയാൾ നമ്മളുമായിട്ട് അയാളുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ എടുക്കുന്ന ഹൈജീൻ അയാളോട് ചെയ്യുന്ന റെസ്പെക്റ്റ്. ഇപ്പം റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് നമ്മൾ ചെയ്യുന്ന ഒരു റെസ്പെക്റ്റാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ടേക്ക് കെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരാളുടെ ആ ഒരു ശ്രദ്ധയില്ലായ്മ മറ്റുള്ളവരുടെ ആ ഒരു ജീവിതത്തിൽ എത്രമാത്രം മോശമായിട്ട് അയാളുടെ ലൈഫിനെ എത്രമാത്രം ബാധിക്കും, എത്ര പ്രാവശ്യം പറയും. അപ്പം ഇതെല്ലാം നമ്മളൊരു പ്രശ്നം, ഈ പബ്ലിക് സ്പേസിൽ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ രണ്ടാമത്, ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു ഹൈജീൻ ഇല്ലാതെ ഈ വേർപ്പനാറ്റമൊക്കെ വെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കിക്കേ, രാത്രി കിടന്നുറങ്ങുന്ന ഒരു ട്രക്കർ രാവിലെ ഒരു വെയർ ഹൗസ് ഒക്കെ തുറന്ന് ആ വെയർ ഹൗസിലെ ഷിപ്പറും റിസീവറും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു കാപ്പിയൊക്കെ എടുത്ത് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോർ തുറക്കുമ്പോഴത്തേക്കും ചെക്ക് ഇൻ ചെയ്യാൻ വരുന്ന ഒരുത്തൻ, ട്രക്ക് ഓടിക്കണ ഒരാൾ, ഞങ്ങൾക്ക് പിക്കപ്പ് ഉണ്ട് കേട്ടോ എന്ന് വരുന്ന ഒരുത്തൻ മുഷിഞ്ഞ് നാറി ഒരുത്തൻ വരുന്ന മുഖം സ്ലീപ്പൊക്കെ കണ്ണിലിരുന്ന് മറ്റേ ഇതൊക്കെ ഇരുന്ന് തലമുടിയും ചെയ്യാതെ ഒരു വൃത്തിയായിട്ടോ ഒരുത്തൻ നമ്മുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് ലോഡ് ഉണ്ട് എന്ന് പറയാൻ വരുമ്പം അയാളുടെ ഒരു ദിവസം ആലോചിച്ചു. അത് മാത്രമല്ല, വരുന്ന ആൾക്ക് എന്ത് വില കൊടുക്കും. അപ്പം അത് ആ ഒരു സെക്ഷനിലേക്കാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ പോകുന്നത്. അപ്പം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഡ്രസ്സിങ്. ഇതെല്ലാം
ഞാനിപ്പോൾ ഒരു പുറത്ത് എവിടെ നിന്നും നോട്ട് ചെയ്തുകൊണ്ടൊന്നല്ല, എൻ്റെ ഒബ്സർവേഷനിൽ നിന്ന് ഞാൻ തന്നെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ നേരത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറേ കാര്യങ്ങൾ ഈ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമ്മളെ ഈ പറയുന്ന ട്രാഫിക് വയലേഷനും മറ്റു പല കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യക്കാരെന്ന് തോന്നിക്കുന്ന നമ്മൾ ഇന്ത്യക്കാരെ ഒറ്റപ്പെടുത്താൻ എന്തൊക്കെയാണ് കാരണം എന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് ഈ ഡ്രസ്സിങ് ബില്ല്. ഇപ്പം നമ്മുടെ വീഡിയോസ് ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആൾക്കാരെ, ഒത്തിരി പേരെ ഈ പറയുന്ന പോലെ ട്രക്കിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ട്രക്കിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ അകത്തെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞേക്കുന്നതാണ് നമുക്ക് ബോസ് ഇല്ല, നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ്, നമ്മളെ നോക്കാനോ നമ്മളെ മോണിറ്റർ ചെയ്യാനോ ആരുമില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ. അത് അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ ആ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യരുത്. യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇപ്പം എന്നാ പറയുക, നമ്മൾ വീട്ടിലിടുന്ന ഉടുപ്പിട്ടുകൊണ്ട് അല്ലെങ്കിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള പൈജാമാസ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം മുണ്ടെടുത്തോണ്ട് ബോക്സർ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നെറ്റിക്കിടുന്ന കീറി പറഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നീനുസെ. ഇപ്പം ശരിയാ, അപ്പം അവർ നോക്കുമ്പോഴത്തേക്കും ചില യൂറോപ്യൻസോ വെള്ളക്കാരോ മറ്റേ സ്ലീവ്ലെസ് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ട്രക്ക് ഓടിക്കുന്ന സ്റ്റൈലായിട്ടുള്ള ഈ റഷ്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യക്കാർ ഈ ഇന്നർ ബനിയൻ ഇല്ലേ, നമ്മുടെ നാട്ടിലെ നാഷണൽ പാർക്ക്, അങ്ങനത്തെ ഉടുപ്പിട്ടോണ്ട് ലിറ്ററലി ഇവിടെ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാരുള്ള നമ്മൾ കണ്ടിട്ട് ദൈവമേ ഇവൻ എന്നെ കാണിക്കണമെന്ന് തോന്നും. ശരിക്കും നമ്മളെ ഇന്നർ ബനിയൻ ഇല്ലേ, ഇന്നർ ബനിയൻ ഇട്ടുകൊണ്ട് ആൾക്കാർ ട്രക്ക് ഓടിക്കുന്നു. എന്നിട്ട് അവർ വലിയ പ്രൗഡായിട്ട് ഇറങ്ങി നടക്കുകയും ചെയ്യും. അപ്പം ഡ്രസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ജോലിയോട് ചെയ്യുന്ന നമ്മുടെ ജോലിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. നമ്മൾ എത്രമാത്രം വൃത്തിയായിട്ടാണ്, നീറ്റ്നെസ്സോട് കൂടിയാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നാച്ചുറലി ഒരു വെയർ ഹൗസിൽ ചെല്ലുമ്പോഴോ ബോർഡർ ക്രോസിങ്ങിന് ചെല്ലുമ്പോഴോ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ സെറ്റപ്പിലോ അല്ല മറ്റെന്തെവിടെ ചെന്നാലും നമ്മൾ നീറ്റായിട്ട് വൃത്തിയായിട്ട്, അത് എക്സ്പെൻസീവ് ഡ്രസ്സ് എന്നൊന്നും പറയല്ലോ, ഒരു ഫോർമലായിട്ടുള്ള ഒരു നല്ലൊരു കണ്ട ഓക്കെ വാങ്ങിച്ചാൽ മതിയല്ലോ, മേടിക്കുന്നതല്ലെന്നേ, ഉള്ള ഡ്രസ്സ് നല്ല വൃത്തിയായിട്ട് ആ ഒരു പ്രോപ്പർ സെറ്റപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിച്ചില്ല ആൾക്കാർ റേഷ്യലി നമ്മളെ പ്രൊഫൈൽ ചെയ്തെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് നമുക്ക് തന്നെ അത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നുള്ളൂ. ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, എത്രയോ ആൾക്കാരെ പുതിയതായിട്ട് കാണുന്നു, കേൾക്കുന്നു, എത്രയോ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ 100% നീറ്റ്നെസ് മെയിൻറ്റെയിൻ. കിടക്കാൻ നേരത്ത് വേണം കാഷ്വൽ ആയിട്ടുള്ള ഉടുപ്പ് ഉപയോഗിക്കാം, പക്ഷേ കിടന്നിടത്ത് നിന്ന് എണീറ്റ് നേരെ നിന്നിരുന്ന് വണ്ടി ഓടിക്കാൻ ഇരിക്കരുത്. നമ്മൾ ആ വൃത്തിക്ക് പല്ല് തേച്ച് തലമുടി ജീവി കൊച്ചുപിള്ളേരെ അതൊക്കെ ബേസിക് അല്ലേ, അതൊക്കെ ബേസിക്കാ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാരാണ് പലരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെ ആൾക്കാർ എപ്പോഴും ഇതുപോലെ വൃത്തിത്തമാര്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് കുറച്ചുകൂടെ സ്മെല്ല് കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ഫുഡ് ഡിഫറെന്റാ. അവരുടെ കൂട്ട് സാലഡോ പ്ലെയിനോ അല്ല, അതെല്ലാം കഴിക്കുമ്പോ അതും കൂടി ഇങ്ങനെ സ്വെറ്റ് ചെയ്ത് വരത്തില്ലേ, മസാല കൂടുതലുള്ള കാര്യങ്ങളാണല്ലോ, അപ്പൊ അതും കാണും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൾച്ചർ പഠിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റാ. നിങ്ങൾക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ട്രാവൽ ഇഷ്ടമാണ്, വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒത്തിരി പേരാണ് നമ്മുടെ ഇവിടെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ട്രക്കിങ്ങിന് വരുന്നത്. എന്നാൽ പിന്നെ അപ്പം പലരും നമ്മുടെ വീഡിയോസിൽ തന്നെ പറയാറുണ്ട്, എന്നാൽ പിന്നെ അവർക്ക് ഇന്ത്യയിൽ വണ്ടി ഓടിച്ചുകൂടെ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ ചൂസ് ചെയ്യാതെ അവർ ഈ പറയുന്ന പോലെ അമേരിക്കയിലേക്കോ അല്ല കാനഡയിലേക്കോ യൂറോപ്പിലേക്കോ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്? കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഡ്രൈവർക്കോ അല്ലെ ലോറി ഡ്രൈവർക്കോ കിട്ടുന്നതിനേക്കാളോ റെസ്പെക്റ്റും അല്ലെങ്കിൽ നല്ല നല്ല വണ്ടി ഓടിക്കാനുള്ള കണ്ടീഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ രീതിയിൽ ഇവിടെ ഉള്ളവർ ഈ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടും ഈ ഒരു ട്രക്കിങ്ങിൻ എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് അത്രയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുമാണ് ഇതിനെ ഇപ്പം നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മുടെ ബൈക്കിംഗ് കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് ഈ ഹാർലിയൊക്കെ വരുന്നതിന് മുമ്പ്, നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലായിരുന്നോ ഹാർലി ഡേവിഡ്സൺ അല്ലെ ആ ബൈക്കർ ഗ്യാങ്, ബൈക്കർ ക്ലബ്ബുകൾ, അങ്ങനത്തെ സെറ്റപ്പ് വിദേശത്തൊക്കെ ഉള്ള പോലെ ആ ഒരു സെറ്റപ്പ് നമുക്ക് കൊണ്ടുവരണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിൽ നിന്നാണല്ലോ പിന്നീട് നമ്മുടെ നാട്ടിലും ഈ പറയുന്ന പോലെ ബുള്ളറ്റുകളുടെ ക്ലബ്ബുകളും അല്ലെ അതുപോലത്തെ പ്രോപ്പറായിട്ടുള്ള റൈഡിങ് ഗിയറുകൾ ഉപയോഗിച്ചിട്ടുള്ള റൈഡിങ്ങും കാര്യങ്ങളും എല്ലാം വന്നത്. അപ്പം ഈ ഒരു ഹാർലി കൾച്ചർ നമുക്ക് ഈ അമേരിക്കയിൽ നിന്നുണ്ടായതുപോലെ തന്നെ ഒരു കൾച്ചറാണ് ട്രക്കിംഗ് കൾച്ചറും, അമേരിക്കൻ ട്രക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കൾച്ചറും. അപ്പോൾ അതേ ആ ഒരു റഗഡ് സെറ്റപ്പോട് കൂടി എല്ലാവരും ലെതർ ജാക്കറ്റൊക്കെ ഇട്ട് പ്രോപ്പറായിട്ട് ഡ്രസ്സ്, ജീൻസ്, ബൂട്ട്സ്, ഇങ്ങനെയുള്ള കൗബോയ് ബൂട്ട്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ട്
ആ റേഞ്ചിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ അതാണ് ട്രക്കർ, അമേരിക്കൻ ട്രക്കർ, പീറ്റർ ബിൽറ്റ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ലെഗസീനെയാണ് നമ്മുടെ നാട്ടുകാർ ഇപ്പം ഈ പറയുന്ന പോലെ ബോക്സർ ഇട്ടുകൊണ്ടും ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചുകൊണ്ടും മൊത്തത്തിൽ അവിഞ്ഞ് ചീഞ്ഞു കൊണ്ടുവന്നത്. അപ്പൊ ഇവർക്ക് തന്നെ ദേഷ്യമാണ്. കാരണം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രീനെയാണ് ഇവർ ഈ തകർത്തോണ്ടിരിക്കുന്നത്. അപ്പം വേറെ വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ ഡിഫറെന്റ് കളർ ചെയ്യുക. ഈ ഒരു ഇൻഡസ്ട്രീനെ നശിപ്പിച്ച് ഡൗൺഗ്രേഡ് ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു ഇതാണ് ഇവിടെ. ഏത് പൈസക്കും എന്ത് ഇതിനും ചെയ്യുക, ഓടുക, ഇല്ലീഗലോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഇന്ത്യക്കാരെ പ്രൊഫൈൽ ചെയ്യാനുള്ള കാരണം. ഇപ്പൊ നമുക്ക് തന്നെ, എനിക്ക് തന്നെ കണ്ടിട്ട് ഇതുപോലെയൊക്കെ തോന്നിയെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ ഞാനീ പറയുന്നത് പലതിനോടും നിങ്ങളിൽ പലർക്കും എതിർപ്പുകൾ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും നാൾ, ഇപ്പം നമ്മൾ ഏകദേശം 225ഓളം വീഡിയോകൾ മൊത്തത്തിൽ ചെയ്തു. ഏകദേശം 2 വർഷത്തോളമായി, 2-2.5 വർഷത്തോളമായി. ഇതുവരെ ഞാൻ ഇതൊന്നും പറയാറില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പലർക്കും എഗ്രി ചെയ്യാൻ പറ്റില്ല, കോൺട്രവേഴ്സി ആവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടിരുന്നത്. പക്ഷെ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ എങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, പലർക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പം നമ്മളൊരു നാട്ടിലേക്ക് വരുമ്പം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൾച്ചറും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കിയത്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് എല്ലാ റേസുകളിൽ പെട്ടവരും ഈ കാണിക്കുന്ന അബദ്ധങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരോട് ഇത്രയും ദേഷ്യം വരാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത്, ഇത് സെൻസിറ്റീവ് ആവാൻ അനദർ റീസൺ. ഈ ഒരു ഇടി ഇത്രയും സെൻസിറ്റീവായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാവരും ഇതിനെ കുറിച്ച് എന്തായിരിക്കും അറിയാമോ? ഇല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതാണ്. ഈ പറയുന്ന പോലെ ട്രാഫിക് വയലേഷൻ ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും മരണങ്ങൾ ഉണ്ടാകുന്നതും കാഷ്വലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ റോഡുകൾ എന്ന് കണ്ടുപിടിച്ചോ മോട്ടോർ വെഹിക്കിൾസ് എന്ന് കണ്ടുപിടിച്ചോ അന്ന് മുതലേ ഇതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇത് ഇത്രയും സെൻസിറ്റീവ് ആവാൻ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പല പോളിസികളും അട്ടർ ഫെയിലിയറായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താരിഫുകളാണേലും മറ്റ് പല പ്രശ്നങ്ങളാണേലും ഇപ്പോൾ അമേരിക്കയിലൊക്കെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ബേസിക് നീഡ്സിന് വരെ ഭയങ്കര വിലയാണ്. അതുകൂടാതെ ഇന്ത്യ ആയിട്ടുള്ള പല ഫോറിൻ പോളിസികളും എല്ലാം മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള ഇവരുടെ ഫോറിൻ പോളിസികൾ, ഉക്രൈൻ്റെ പ്രശ്നങ്ങൾ, ട്രംപിൻ്റെ നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതെല്ലാം ഇവിടെ ബാക്ക് ഫെയർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കറക്റ്റ് ഈ ഒരു ഇടി നടന്നതും ഇവൻ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയതും ഇവൻ്റെ പാർട്ണർ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയതും. ഈ ഒരൊറ്റ സാധനത്തെ പിടിച്ച് ട്രംപ് എത്രമാത്രം ഇല്ലീഗൽ ഇമിഗ്രേഷൻ അഗെയിൻസ്റ്റ് ആണ്, അമേരിക്കക്കാർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം ഇവർ അടിച്ച് കയറ്റി വിടുക. കഷ്ടകാലത്തിന് പെട്ടു, സമയത്ത് പെട്ടു. കറക്റ്റ് സമയത്തിന് പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, വാർത്തകൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഏറ്റവും പ്രശ്നത്തിൽ നിന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇന്ത്യ ആയിട്ടുള്ള ഫോറിൻ പോളിസിയുടെ കാര്യത്തിലും എല്ലാം തകർന്നു നിന്ന ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് 3 അമേരിക്കൻസിനെ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് കൊണ്ടുപോകും. അതുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എത്രമാത്രം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് വന്നിട്ടും പോയിട്ടും ഈ പറയുന്ന ഇവന് ലൈസൻസ് ഇഷ്യൂ ചെയ്ത കാലിഫോർണിയ സ്റ്റേറ്റ് ട്രംപിൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ടിക്കാരാണ്. അപ്പോഴത്തേക്കും അവരെ കണ്ടില്ലേ, അവർ കാരണമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വന്നത്. അപ്പോൾ ട്രംപിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും ഈ ഫ്ലോറിഡ എന്ന് പറയുന്ന ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രംപിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പം ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇവർ നല്ല കത്തിച്ച് വിടുക. മൊത്തത്തിൽ കൂടി ഈ പിടിക്കപ്പെട്ട പയ്യന് പോയി അല്ലെ, ഈ ഒരു ഇതുകൊണ്ട് തന്നെ തലക്കെട്ടുകാരുടെ എല്ലാവരുടെയും ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവരെ എവിടെ കണ്ടാലും ഇപ്പോൾ പ്രശ്നം. അവരുടെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളായിട്ട് പുറത്ത് വരുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ അവരുടെ മുഖത്തേക്ക് ക്യാമറ വെച്ചോണ്ട് ആൾക്കാർ ചെല്ലുന്നത്. പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഇവർ 90% പേർക്ക് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. ഇപ്പം മര്യാദയ്ക്ക് കണ്ടാൽ എങ്ങനെയാലും ഒപ്പിച്ചെടുക്കും എന്നുള്ള ഒരു ക്യാമറയും കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പാനിക്കായിട്ട് അവർക്ക് ഉള്ളതും കൂടെ പുറത്ത് വരാത്ത സാഹചര്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ കിടന്ന് മെഴുകുന്ന ഒരു സാഹചര്യമാണിത്. അപ്പോൾ ഈ പൊളിറ്റിക്കലി ഇവർ നന്നായിട്ട് കിടന്ന് ഇത് കത്തിക്കുന്നതുകൊണ്ട് ഈ സാഹചര്യം നല്ല സെൻസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഇല്ല, ഇപ്പം ഞാൻ ഇതിനകത്ത് പറയുവാണെങ്കിൽ നമ്മൾ എപ്പോൾ ആണെങ്കിലും നമ്മൾ യു ഗെറ്റ് വാട്ട് യു പേ ഫോർ. നമ്മളൊരു സാധനം, നമ്മളിപ്പം ഈ കപ്പിന് നല്ല കാശ് കൊടുത്ത് വാങ്ങിച്ചാലേ നല്ല ക്വാളിറ്റി ഉള്ള കപ്പ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തിക്ക് അനുസരിച്ചുള്ള ബഹുമാനമാണ് നമുക്ക് കിട്ടുന്നത് 100%. അത് നമ്മൾ എപ്പോഴും ചെന്നാലും നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ പെരുമാറ്റം, ഗീവ് ആൻഡ് ടേക്ക്. മനസ്സിലായോ? നമ്മൾ ചെന്ന് കുനുപ്പത്തരം കാണിച്ചു വെച്ച് നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മളുള്ള തൊട്ടിത്തരം എല്ലാം കാണിച്ചിട്ട് റെസ്പെക്ട് പോരട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മളെ പ്രൊഫൈൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് വളരെ ശരിയാട്ടോ. ഇപ്പം ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നടക്കണ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു സമയം ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. എന്റെ പൊന്നു, ഇംഗ്ലീഷ് മറ്റു പല ഡെവലപ്മെന്റ്. പക്ഷെ മര്യാദക്ക് ഡ്രസ്സ് ചെയ്യുക, കുളിക്കുക, ഷവർ എടുക്കുക, ഡിയോഡറന്റ് തൂക്കുക, ഇതൊക്കെ ആർക്കും നിന്നിപ്പ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തേച്ചാൽ മതി. ഇല്ല, ഞാൻ ഇതിനകത്തൊന്നും വേറെ ആയി പോവാന്ന് പപ്പ പറയരുത്.
50 വർഷമുള്ള ഈ നന്നായിട്ടുള്ള ഒരു ഗ്രേ കൗണ്ടിയിൽ ഉള്ള ഒരു കമ്പനിയിലാണ് ഞാൻ, അതായത് ആദ്യത്തെയും അവസാനത്തെന്ന് അറിയത്തില്ല, ആദ്യത്തെ ഒരു ബ്രൗൺ സൂപ്പർവൈസറായിട്ടാണ് ഞാൻ പോകുന്നത്. 50 വർഷം അല്ലെങ്കിൽ 30 വർഷം അവിടെ വർക്ക് ചെയ്ത ആൾക്കാരെ സൂപ്പർവൈസ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. എൻ്റെ മാനസിക അവസ്ഥ, ടെൻഷൻ അവിടെ ചെല്ലുന്നത് ഒരു വലിയ ഇത് തന്നെയായിരുന്നു. അപ്പം നമ്മൾ നിൽക്കുന്നതനുസരിച്ച് എനിക്ക് സ്ലാങ് ഉണ്ടോ? ഉണ്ട്. എൻ്റെ ജനിച്ചുള്ള ഇന്ത്യൻ സ്ലാങ് ഉണ്ടോ? ഉണ്ട്. തിക് സ്ലാങ് ഉണ്ട്. എന്നാലും ഇപ്പോൾ ഒരു 3 വർഷം ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നതാണോ ഉണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ടായിരിക്കണം. അപ്പം അതുപോലെ അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പം പിള്ളേരൊക്കെ ആ ജോലിക്ക് വരും. ഇതുപോലെ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റൊരു ഇംഗ്ലീഷുകാർ പോയി പറയാതെ ഞാൻ പോയി പറയും അവരോട്, ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഫോണിൽ വെടിക്കുട്ടി പോലെ നാട്ടിലോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ബ്രോ യൂസ് ഹെഡ്ഫോൺസ്, റെസ്പെക്ട് അതർ പീപ്പിൾ അറൌണ്ട് യു. അത് ലഞ്ച് റൂമിൽ വെട്ടിപ്പൊട്ടുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ പോയി പറയുന്നത് വേറൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമം വരുന്നുണ്ട്. അത് കാരണം ഞാൻ പറഞ്ഞ് ഹെഡ്ഫോൺ വെച്ച് സംസാരിക്കണം, റെസ്പെക്ട് അതർ പീപ്പിൾ. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ 8 വയസ്സല്ലേ, എൻ്റെ കൊച്ച് 10 വയസ്സാകാൻ പോകുന്ന കൊച്ചിനോട് ഞാൻ പറയുന്ന ചുറ്റുപാട് അറിഞ്ഞു വേണം പെരുമാറാൻ, സിറ്റുവേഷൻ അറിഞ്ഞു വേണം പെരുമാറാൻ. അതുകൂടാതെ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു അമേരിക്ക ആണെങ്കിലും കാനഡ ആണെങ്കിലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അപ്പോൾ നമ്മൾ 4 പേര് നിൽക്കുന്ന ഒരു വാൾമാർട്ടിലോ അല്ലെ ഒരു ജനറൽ പബ്ലിക് സ്പേസിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക. 4 പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതൊരു മര്യാദയാണ്. അല്ല, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരു നടത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് എല്ലുക, അത് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നമ്മൾ അടുത്ത് വന്നിട്ടൊക്കെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചോ. പക്ഷെ അപ്പോൾ ആ ഇടയ്ക്കുള്ള മറ്റുള്ളവർ അവൻ എന്നെ കുറിച്ച് പറയുവാണോ എന്ന് ചിന്തിക്കരുതോ. അത് അവര് ഇപ്പം അതിന് പറയാനുള്ള ഇത് ഇമിഗ്രന്റ് കൺട്രി ഞങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞാൽ ഹാർഷായിട്ടുള്ള പല ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു റെസ്പെക്റ്റ് ആണ്. കാരണം നമുക്ക് ഒരു പബ്ലിക് സ്പേസിൽ നമ്മൾ ഒരു കോമൺ ലാംഗ്വേജ് ഉപയോഗിക്കാവുള്ളൂ. എൻ്റെ ഒരു സജഷൻ കേട്ടോ. പറ്റുന്നവരൊക്കെ ചെയ്യാൻ ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മുടെ പരിസരത്തോ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നതിനോ ഡിസ്റ്റൻസിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡിഫറെൻറ്റ് ടേക്ക്. ഇപ്പം ഞാനും മാത്തും പിങ്കിയും കൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള സംസാരം നമുക്കുള്ളതാണെങ്കിൽ ഞാൻ മലയാളത്തിൽ സംസാരിക്കാറുണ്ട്, എൻ്റേത് പറയുക. പക്ഷേ അതേസമയം നമ്മൾ ഇച്ചിരി ഉയർന്ന് മറ്റൊരിടത്താണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കുറേ പ്രോബ്ലങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു സജഷനിലുള്ള കുറച്ച് സൊല്യൂഷൻസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയാം. ഈ പറയുമ്പോഴൊക്കെ ഇപ്പം വലിയ മാന്യൻ എല്ലാം അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവനാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ പറ്റുന്നതെല്ലാം നമ്മൾ നമ്മുടേതായ രീതിയിൽ ശരിയെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അതിൽ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരുണ്ടാവാം. പപ്പ, എനിക്കൊന്ന് ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ? പപ്പയുടെ സൊല്യൂഷനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടോ? പ്രോപ്പർ ആയിട്ടുള്ളിടത്ത് പോയി പ്രോപ്പറായിട്ട് പഠിക്കണം ഡ്രൈവിംഗ് എന്നുള്ളത്. അത് 100% ഉണ്ട്. ഫസ്റ്റ് പരിപാടി തന്നെ അല്ല, അതൊക്കെ രണ്ടാമതല്ലേ. ആദ്യത്തെ പരിപാടി തന്നെ ഉണ്ടല്ലോ, ലീഗൽ ഇമിഗ്രേഷൻ. ഇന്നത്തെ കാലത്ത് നമ്മൾ വളഞ്ഞ വഴികൾ ഓഫർ ചെയ്യുന്നവർ ഇഷ്ടംപോലെ പേരുണ്ടാവും. ഇപ്പം റീസെൻ്റ്ലി തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളിൽ തന്നെ എത്ര പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ വർക്ക് പെർമിറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട്, ആ വിസ ഈ വിസ അവർ ഇന്ന പോലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇത്ര രൂപ അവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റാവോ ഇങ്ങനെ ഇതാ. അപ്പം നമ്മൾ അത് ശരിയല്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ അവർക്ക് ഡിസപ്പോയിൻമെൻറ്റാണ്. അവനൊക്കെ അവിടെ എത്തി, ഞാനൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണേന്നുള്ളതാണ് നിങ്ങളുടെ തോന്നൽ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വർക്ക് പെർമിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയേ ഇല്ല ഈ പറയുന്ന കൊമേഴ്സ്യൽ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലോ ട്രക്ക് ഓടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും. കാരണം ഇവിടെ തന്നെ ആവശ്യത്തിന് ജോലി ഇല്ലാത്ത ആൾക്കാർ ട്രക്ക് ഓടിക്കാനും ട്രക്ക് ലൈസൻസ് ഉള്ളവരും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇവിടെ പുറത്തുനിന്ന് ഒരാളെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അപ്പം നമുക്ക് ഇവിടെ ജീവിക്കാനും ജോലി എടുക്കാനുമുള്ള പ്രോപ്പറായിട്ടുള്ള വിസ അറ്റൈൻ ചെയ്യാന്നുള്ളതാണ്, ആ ഒരു സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. അപ്പം പ്രോപ്പർ ഇമിഗ്രേഷൻ ചാനലിൽ കൂടെ പ്രോപ്പർ ക്വാളിഫിക്കേഷനിൽ കൂടെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ എന്തായാലും ഒരു തട്ടുകേട് വന്നാലും നമുക്ക് മറ്റൊരു ഫീൽഡിലേക്ക് മാറാൻ പറ്റണം. ഇപ്പം നമ്മുടെ ബേസിക്കലി കാനഡയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ LMIA വന്നു കഴിയുമ്പോഴത്തേക്കും അത് ആ കൊണ്ടുവരുന്നവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ ഞാൻ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി നേരം സംസാരിച്ച് നമ്മുടെ വീഡിയോ ഒത്തിരി നീണ്ടുപോകും. അപ്പം പ്രോപ്പർ ഇമിഗ്രേഷനിൽ കൂടെ വന്നില്ലെങ്കിൽ ഏത് സമയത്തും നമ്മൾ എത്ര രൂപ മുടക്കിയതാ, ഇവന് വേണ്ടിയിട്ട് 2.5 മില്യൺ ആൾക്കാർ സൈൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാനും ഇതാ കാര്യം. അവൻ്റെ ലീഗൽ സ്റ്റാറ്റസ് കറക്റ്റ് അല്ല, ആ സൈൻ ചെയ്തവരെ അവർ ട്രാക്ക് ചെയ്യും, പാസഞ്ചറിനെ പിടിച്ച് പുറത്താക്കാൻ പോവുക.
അപ്പൊ അത്രയ്ക്ക് നിസാരമാണ് ഇവരെ ഒരാളുടെ കഴുത്തെ പിടിച്ച് പുറത്ത് ഈ കഴിയും. 2 മില്യണിൽ കൂടുതൽ പേര് ദയാഹർജി പോലത്തെ സംഭവം കൊടുത്തെങ്കിൽ ആ സെനറ്റർ എന്തോ മറുപടി പറഞ്ഞെന്നറിയോ? വി ഹാവ് റൂൾസ് ഹിയർ ഇൻ ഫ്ലോറിഡ, ദിസ് ഈസ് 2nd degree felony ഇതെന്ന് പറഞ്ഞ, അതായത് മനഃപൂർവ്വം കൊല്ലുന്ന അല്ലെങ്കിലും റോഡ് സൈഡ് ആക്സിഡന്റ് എന്ന് പറഞ്ഞ് അവരോട് തെറ്റിൽ കൺവിക്ട് ചെയ്ത 2nd felony പറഞ്ഞുള്ളൂ. അവനെ 3 മാൻസ്ലോട്ടറിനാണ് അവന്റെ പേര് കേസ് കൊടുത്തേക്കുന്നത്. അതും ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്നുള്ള പേര് ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നല്ല കത്തിച്ച് നിർത്തിയേക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രാജ്യത്ത് ആസ് ലോങ് ആ സിറ്റിസൺഷിപ്പ് നമ്മൾ ആ പാസ്പോർട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ഇപ്പൊ അമേരിക്കയുടെ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ വരെ പുറത്താക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു രാജ്യത്തിന്റെ പവർ. അമേരിക്കയുടെ കാര്യം വരുമ്പോൾ ആലോചിച്ച്, അതായത് നമ്മുടെ ഇവിടെ കാനഡയുടെ പെർമനന്റ് റെസിഡൻസിനെ പുറത്താക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ നിയമങ്ങൾ. അപ്പം അത്രക്ക് ഈസിയാണ് ഇവിടുന്ന് ഒരാളെ പുറത്താക്കാൻ. അപ്പൊ പിന്നെ ഈ ഉടായ്പ വിസ കൂടെ വരുന്നവരുടെ കാര്യം ആലോചിച്ച് നോക്കിക്കുക. അവർക്ക് പണ്ട് ജഗന്നാഥൻ പറഞ്ഞ പോലെ വെറും പൂ പറിക്കുന്ന പോലെ നമ്മളെ പറഞ്ഞു വിടാം. ഇപ്പം 25-30 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങോട്ടുള്ള വിസകൾ ആൾക്കാർ ഒപ്പിക്കുന്നത്. അത്രയും വിസയും കൊടുത്ത് ഇല്ലീഗലായിട്ട് വരേണ്ട വല്ല കാര്യം എനിക്ക് മനസ്സിലാകത്തില്ല. ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ഇവിടെ വന്നിട്ട്? അതൊക്കെ അടുത്ത ചോദ്യം. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോപ്പർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൽ വരിക, സ്കിൽഡ് കാറ്റഗറി തന്നെ. രണ്ടാമത് എഡ്യൂക്കേഷൻ ഓഫ് ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ ഓഫ് കൾച്ചർ, എഡ്യൂക്കേഷൻ ഓഫ് വർക്ക് സ്റ്റൈല്. കാരണം പ്രോപ്പർ ഇമിഗ്രേഷനിൽ വന്നാൽ തന്നെ ഇതെല്ലാം അതിൻ്റെ അടി വരും കേട്ടോ. കാരണം ഒരു പ്രോപ്പർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും IELTS കൊടുക്കണം, പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എഴുതാനും വായിക്കാനും പറ്റും, പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു പ്രോപ്പർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് അറ്റൻഡ് ചെയ്യാൻ മിനിമം 1 വർഷമെങ്കിലും എടുക്കും. മിനിമം 1 വർഷം. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 4 വർഷത്തോളം എടുത്തു നമ്മുടെ PR അപ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു രാജ്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കും. ഇപ്പം അതോടൊപ്പം തന്നെ ആ രാജ്യത്തെക്കുറിച്ചുള്ള കൾച്ചറിനെ റിലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും. ഇപ്പൊ ഈ കൾച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. കാരണം വെച്ചാൽ പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ ഇന്ത്യയിൽ നിന്നോ അല്ലെ എവിടെ നിന്ന് വന്നാലും നമ്മുടെ ചെറിയൊരു കമ്മ്യൂണിറ്റി ഇവിടെ മേക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മുടെ ഇവിടെ വന്ന സ്ഥലവുമായിട്ട് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഒരു ലിറ്റിൽ ചൈന ഇവിടെ, ഒരു ലിറ്റിൽ ഇന്ത്യ ഇവിടെ, ഒരു ലിറ്റിൽ തമിഴ്നാട് ഇവിടെ. എന്തിനാ? എന്നാ പിന്നെ അവിടെ തമിഴ്നാട്ടിൽ അങ്ങല്ലേ ഇന്ത്യ താമസിച്ചാ പോരെ? പിന്നെ അത് കൂടാതെ ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നേ, നിങ്ങൾ ഇപ്പം എന്തെല്ലാം കമ്മ്യൂണിറ്റികളിൽ നിന്ന് ആൾക്കാർ വരുന്നു. ആ കമ്മ്യൂണിറ്റികളെ എല്ലാ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുക. ശരിക്കും നമ്മുടെയൊക്കെ ആഗ്രഹമല്ലേ മറ്റേ ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് ചൈന ടൗണിൽ പോയി അവിടുത്തെ ഫുഡ് കഴിക്കുക, ചൈന ടൗണിൻ്റെ ആ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പോകുന്ന സന്തോഷത്തോടെ ഒരു കാര്യം. രണ്ടാമത് ഇപ്പോൾ ലിറ്റിൽ ടോക്കിയോ എന്ന് പറഞ്ഞ കാലിഫോർണിയയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയല്ലേ, ആ ജാപ്പനീസ് സെറ്റപ്പിലുള്ള അവരുടെ സ്ട്രീറ്റും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ അതുപോലെ ഈ ആഫ്രിക്കക്കാരുടെ മറ്റേ ഈ ബ്രസീലിയൻ സെറ്റപ്പിലുള്ള പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ദിവസം, മറ്റേ ആഫ്രിക്കൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള അതും ആൾക്കാരെല്ലാം പോയി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം. നമ്മുടെ ഈ സെയിൻറ്റ് പാട്രിക്സ് ഡേക്ക് ഐറിഷ് അപ്പോൾ ആ ഒരു ദിവസം വരാനും അന്ന് സെലിബ്രേറ്റ് ചെയ്യാനും നമ്മളെല്ലാം കാത്തിരിക്കുക. പക്ഷേ ഇന്ത്യക്കാരുടെ കൾച്ചറിനെ ആൾക്കാർ വെറുക്കുക. വൈ? ഇത്രയും കൾച്ചറിനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഔട്ട്സൈഡ് ഒത്തിരി ലൗഡായിട്ടൊക്കെ ഇങ്ങനെ ഡോലക്കും ഡ്രമ്മും ചെണ്ടയും, നമ്മളെയും കുറ്റം മലയാളീസിനെയും പറയാം, ചെണ്ടയും എല്ലാവരും ഒരു റൂമിൽ ക്ലോസ് നിങ്ങളുടെ ഇത് ചെയ്തോ. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി എന്തിനാ അടിച്ച് ഇങ്ങനെ അത് ഇറിറ്റേഷൻ ആക്കുന്ന എന്തിനാ ആൾക്കാരെ? അത് പറയാതെ പോയി അതങ്ങോണ്ടല്ല, അത് കോൺസ്റ്റന്റ്ലി അങ്ങ് ചെയ്ത് അത് ഈ നമ്മൾ ഇവിടെ ഉള്ളവർക്ക് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നീ ആലോചിച്ച് നമ്മൾ മറ്റേ നാഫ്തയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവരുടെ പഞ്ചാബി പാഠം വെച്ച് അങ്ങ് ഒച്ചത്തിൽ വെച്ച് ഇവരുടെ വിചാരം എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അങ്ങ് ബുദ്ധിമുട്ടിക്കും ആൾക്കാരെ, വെറുക്കുക. ആ ഒരു സ്ട്രീറ്റിനാണേലും ഇപ്പം നമ്മുടെ ഇന്ത്യക്കാർ കൂടുതൽ താമസിക്കുന്നുണ്ട്, നിറയെ ട്രാഷും വലിച്ചെറിഞ്ഞു ശ്രദ്ധയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരൻ ഒരു ബീച്ച് വന്നിട്ട് ഒരു ബീച്ചിൽ ഒരു ഇത് വിരിച്ചിട്ട് ഒരു പഞ്ചാബി ഫുൾ പാട്ട് വെച്ചിട്ട് അവർ ബീച്ചിൽ പോയേക്കുക. അവരിങ്ങനെ അടുത്ത് വന്നിട്ട് ഇതിനെല്ലാം ഞങ്ങൾ കേൾക്കണം, ഈ ചുറ്റുംപുറം ഇത്രയും മൈലിലുള്ള ഞങ്ങൾ കേൾക്കണമെന്ന് അയാൾ ദയനീയമായിട്ട് പറഞ്ഞു വെച്ച് പോയേക്കുക. കുറേ പേരുള്ള ഒരു ബീച്ചിൽ ഒരു വലിയ സ്പീക്കർ കൊണ്ടുവന്ന് ഇവരുടെ വലിയ പാട്ടും വെച്ച് അവരങ്ങ് വെച്ച് അലക്കിയേക്കുക. പക്ഷെ അതിൻ്റെ ചുറ്റും ആരുമില്ല, അവരെല്ലാം ബീച്ചിൽ കുളിക്കാൻ പോയേക്കുക. പക്ഷെ ഇതിൻ്റെ അടുത്തിരിക്കുന്നവരെല്ലാം ഈ ഒച്ചത്തിലുള്ള നോയ്സും കേട്ടുകൊണ്ട് ഉള്ള ഒരു സെറ്റപ്പ്. അപ്പം ഇതൊക്കെ നമ്മുടെ കൾച്ചറിന്, കാരണം ഞാൻ മൊത്തത്തിൽ ഇന്ന് രാവിലെയാണ് ഞാൻ ഈ പോയിന്റ്സ് എല്ലാം എഴുതി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചിരുന്നത് ശരിയാ, ഈ ബാക്കിയുള്ള എല്ലാ കൾച്ചറിനെയും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം വരുമ്പോൾ ഇത്രയും വെറുപ്പാണ്.
ഹെയ്റ്റാണ് ആൾക്കാർക്ക് വരുന്നത്. അത് കൂടാതെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഈ സംസാരിച്ചാൽ തന്നെ കൂടുതൽ നമ്മൾ നോർത്ത് ഇന്ത്യക്കാരെ, ഞാൻ ഈ കൂടുതൽ ഒരു പരിധി വിട്ട് ഇവരെ പ്രത്യേക ആൾക്കാരെ പറയുന്നില്ല കേട്ടോ, പൊതുവെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെ നമ്മൾ കുറ്റം പറയുന്നുണ്ടല്ലോ. അപ്പോൾ പൊതുവെ അതായിരുന്നു ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻസ് ഡിഫറൻ്റ് ആണെന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഇല്ലല്ല ഞങ്ങൾ അവിടെ അല്ല, ഞങ്ങൾ സൗത്ത് ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞ പ്രൈഡ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അപകടം നടന്നു പിന്നെ AI-മെയ്ഡ് വീഡിയോ ആണ് ഇവിടെ അമേരിക്കക്കാരാണ് നാച്ചുറലി ഇറക്കിയേക്കുന്നത്. ഒരു കണ്ടെയ്നറിലിരുന്ന് കുറച്ച് ആൾക്കാർ തുഴഞ്ഞു വരുന്നതും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കണ്ടെയ്നറിലിരുന്ന് തുഴഞ്ഞാങ്കിൽ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കണ്ടെയ്നർ ഓടിക്കുക എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ. അത് ഞാൻ ഒന്ന് തപ്പി നോക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അത് ഇപ്പോൾ ആഡ് ചെയ്യാം. Come and get your CDL for only $299. First things first, man. We need a mobile bathroom. Drill, baby, drill. Yesterday we came on containers. Today we drive one. അതിൻ്റെ അകത്തുണ്ടല്ലോ ഈ നോർത്ത് ഇന്ത്യക്കാർ തലക്കെട്ടുള്ളവർ അല്ല, നോർത്ത് ഇന്ത്യക്കാർ മാത്രമല്ല, അതിൻ്റെ അകത്ത് മുണ്ടെടുത്ത ആൾക്കാരെയും അവർ AI വഴി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് നമ്മളും ഇപ്പൊ അവരുടെ ശ്രീലങ്ക ഏതാണേലും മുണ്ടെടുത്ത ആൾക്കാരാ. അപ്പം നമ്മളും ഒരു പരിധി വരെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അല്ല, അവരുടെ ആ ഒരു നോട്ടിംഗ് ഏരിയയിലേക്ക് നമ്മളും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ കൾച്ചർ അങ്ങ് വലിയ ഇതാണ് അല്ല, ഇതുപോലെ ഉള്ള മറ്റുള്ള കൾച്ചറുള്ള രാജ്യങ്ങളിൽ വന്നിട്ട് നമുക്ക് ഈ പണ്ട് മുതലേ എത്ര നാളായി ഇമിഗ്രേഷൻ നടക്കുന്ന ഒരു സ്ഥലം. ഇത്ര മലയാളികളും മറ്റു പല രാജ്യക്കാരും എത്ര നാൾ മുതലേ വർഷങ്ങളും ചിലപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരിക്കും ഈ ഒരു ഇമിഗ്രേഷൻ തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം അതിൻ്റെ പീക്ക് ആവാൻ കാരണം ഈ ഒരു പുഷിങ് ഒരു പരിധി വരെ ആണ് കേട്ടോ. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മാന്യമായിട്ട് നമ്മുടെ ആഘോഷങ്ങളും ഇതുമൊക്കെ നമുക്കൊന്ന് ചുറ്റും പുറവും നോക്കി ആ കൾച്ചർ അനുസരിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഒരു വെറും ഭൂഷമായി വാങ്ങുമോന്ന് അറിയത്തില്ല ഇതൊക്കെ കേട്ടോ. അല്ല, 100% മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, അതേ അതിൻ്റെ അകത്തുള്ളൊരു കാഴ്ചയുള്ളൂ. ഇപ്പോൾ ഈ റേഷ്യൽ പ്രൊഫൈലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയട്ടെ, പണ്ടത്തെ കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ നമ്മൾ യു കെയിൽ നിന്നിരുന്ന സാഹചര്യത്തിൽ ബ്രെക്സിറ്റ് നടക്കാൻ പോകുന്ന ആ ഒരു വലിയ ഡിസ്കഷനൊക്കെ നടക്കുന്ന ഒരു സമയത്താണ്. ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ യൂറോപ്യൻസ് ആണ് ഇവിടെ യു കെയിലൊക്കെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പറയുന്ന പോളണ്ടുകാരെയും റഷ്യക്കാരെയും അങ്ങനെയുള്ള ടീമുകൾ, ഉക്രൈനും ഈ ടീമുകളെ ഒന്നും ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ സമയത്ത് നമ്മളെയായിരുന്നു അവർക്ക് വലിയ കാര്യം. അവരെപ്പോഴും പറയും, നിങ്ങൾ ഇന്ത്യക്കാരെ നല്ല ആൾക്കാരാ, നല്ല റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരാ, നന്നായിട്ട് ജോലി ചെയ്യും, നമ്മളോടെല്ലാം നന്നായിട്ട് ഇടപെടും. നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ യു കെയിലെ മൈര? അപ്പം ബേസിക്കലി വേറെ ഒന്നുമില്ല, ഞാൻ ബ്രിസ്റ്റോളിലാണ് രണ്ടാമത്തെ സെക്ഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യം ഓക്സ്ഫോർഡ്. അപ്പോൾ ബ്രിസ്റ്റോളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതൊക്കെ എൻ്റെ പിന്നീട് ലൈഫ് സ്റ്റോറി പറയാട്ടോ. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ട്രക്കിങ്ങിലേക്ക് തിരിയാന്നുള്ളതൊക്കെ തീരുമാനിച്ചതല്ല. പേരൊന്ന് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു മലയാളികളെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മൈര എന്ന് പറയുന്നത് ഒരാളുടെ പേരാ, ഒരു ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷില് മൈറ, മൈറ. അപ്പം ഈ പുള്ളിക്കാരി നല്ല പ്രായമുള്ള ഒരു പുള്ളിക്കാരി. അപ്പൊ പുള്ളിക്കാരുടെ ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് പുള്ളിക്കാരി റിട്ടയർമെന്റ് ലൈഫ് ജീവിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു സ്ഥിരം ഗ്യാങ് എപ്പോഴും മാരിയറ്റ് ഹോട്ടലിൽ വന്ന് അവിടെ ചെലവഴിക്കുമായിരുന്നു. അപ്പം ഒരു പരിധി വരെ റേഷ്യൽ പ്രൊഫൈലിംഗ് ഉണ്ടായിരുന്നോണ്ടായിരിക്കാം, അല്ലാതെ നമുക്കത് നാച്ചുറലി നമുക്ക് അവിടെ ചെന്നിട്ട് അവരെല്ലാം നമ്മൾ അംഗീകരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഷിഫ്റ്റ് ഫുള്ള് എൻ്റെ ഷിഫ്റ്റ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുള്ള ഒരു റെക്കഗ്നീഷനൊന്നും എനിക്ക് ആ ഹോട്ടലിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഏകദേശം 1.5-2 കൊല്ലത്തോളം അവിടെ ജോലി ചെയ്തു. പക്ഷേ ഇവർക്ക് ഈ സ്ഥിരം കസ്റ്റമേഴ്സിനെല്ലാം അറിയാം ഞാൻ ചെയ്യുന്ന പോലത്തെ ഒരു പ്രോപ്പർ ജോലിയോ സർവീസോ അല്ലെ പ്രോപ്പർ കാര്യങ്ങളോ ഒന്നും അവിടെ വേറെ ആരും ചെയ്യുന്നില്ല എന്ന്. അവിടെ ആകെ കൂടി ഞങ്ങളുടെ ഹോട്ടലിൽ GM വന്ന് കാപ്പി കുടിക്കുമായിരുന്നെങ്കിൽ പുള്ളി ഞാനുണ്ടെങ്കിൽ മാത്രമേ കാപ്പി കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുപോലെ ഒരു സാഹചര്യം വന്ന അവസാനം ഞാൻ പോരുമെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൈര ഉൾപ്പെടുന്ന ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ GM-ൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞ് അല്ലെ അവിടെ HR-നെയും അവരെ എല്ലാം ഫോഴ്സ് ചെയ്തിട്ട് ബെസ്റ്റ് എംപ്ലോയി എന്നുള്ളൊരു അവാർഡ് എനിക്കവർ തരിപ്പിച്ചു. അപ്പം അതിപ്പോഴും അറിയാം, എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കുമ്പോൾ പറയാം, ഞാൻ അത്രയും വർഷം ചെയ്തിട്ട് എൻ്റെ അവസാന കാലഘട്ടത്തിലാണ് എനിക്കിത് ഇവരെല്ലാം കൂടെ അവിടെ അന്ന് റിസപ്ഷനിലും അവരെല്ലാം വിളിച്ച് മാനേജ്മെൻറ്റിനെ വിളിച്ച് വഴക്കുണ്ടാക്കി, ഇവനിത് കൊടുക്കാതെ സമ്മതിക്കില്ലെന്നും പറഞ്ഞ്.
അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഇതുണ്ട്. അപ്പോൾ അത് ബേസിക്കലി ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനമായിരുന്നു. കാരണം ആ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ അംഗീകരിക്കില്ല. കാരണം അവരുടെ ഹോട്ടലിനെ ഒരു ആസ് എ മാനേജർ റെപ്രസെൻറ്റ് ചെയ്യാൻ അവർ ഇന്ന ആൾക്കാരായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ അവിടെ വരുന്ന ക്ലയൻസും കസ്റ്റമേഴ്സും ഇവനാണ് ഈ ഹോട്ടലിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് നിർബന്ധിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അത് എനിക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരം. നീ ഓർക്കുന്നുണ്ടോ പോരാൻ നേരത്തെ നമുക്കൊരു വെയിറ്റ് ഉള്ള ഗ്ലാസ് ഒക്കെ തന്നു. പക്ഷെ അതിന് വല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ലഗേജ് വെച്ചാൽ ഭയങ്കര ഇതായതുകൊണ്ട് നമ്മൾ പിന്നെ അത് പോളിന് കൊടുത്തിട്ട് പോകുന്നു. ലൈക്ക് ബ്ലൂ കളർ ഒരു ഭയങ്കര തിക്കായിട്ടുള്ള ഒരു എൻക്രേവ് ചെയ്തതാണ്. അത് കൊണ്ടുവരേണ്ടതായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, ചെറിയ സാധനം. അപ്പം അത്രയും വലിയ അംഗീകാരം നമ്മളെങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മളെ നടപ്പിലും എടുപ്പിലും നമ്മളെങ്ങനെ നമ്മളെ പോർട്രേ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റെസ്പെക്ട്. അത്രയും ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. പറച്ചില്ലേ കൊടുത്താ കൊല്ലത്തും കിട്ടും, അതേപോലെ അല്ലേ? അത് തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, പ്രോപ്പർ സ്കൂളിങ്. ഇപ്പം നമ്മുടെ ഈ ട്രക്കിംഗ് ചാനലും അല്ലെ നമ്മുടെ ഈ ചാനൽ കണ്ടിട്ടും ഇതിനെക്കുറിച്ച് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നു, മാറ്റി ബ്രോ ഞാൻ ഇതുപോലെ ട്രക്കിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ് പഠിക്കേണ്ടതെന്ന്. നമ്മളോട് ട്രക്കിങ്ങിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ആണെന്ന് അത്രയും പറഞ്ഞാൽ മതി, നമ്മൾ അപ്പം തന്നെ പറയും ബ്രോ $2000, $3000, $4000 കൂടുതലുണ്ടെന്നുള്ളൂ പ്രോപ്പറായിട്ടുള്ള സ്കൂളിൽ പഠിക്കുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ട്രക്കിങ്ങിലേക്ക് വരാൻ നേരത്ത് എനിക്കും എൻ്റെ നീനൂസിൻ്റെയും കഥ പറയാം. ഇപ്പം ഞങ്ങൾ 2017 ഞാൻ പറഞ്ഞല്ലോ UK വെച്ചിട്ടേ എനിക്ക് ട്രക്കിങ്ങിലേക്ക് വരാനാണ് താല്പര്യം. അതിനുവേണ്ടി അങ്ങനെയാണ് ഞങ്ങൾ കാനഡയിലേക്ക് എത്തുന്നത്. പക്ഷേ 2017 ഞങ്ങളിവിടെ എത്തിപ്പെടുമ്പോഴാണ് അന്നും ഇതുപോലെ ഒരു അപകടം ഉണ്ടായി. മറ്റേ ഒരു വലിയ ഹോക്കി ടീമിനെ ഒരു ഇന്ത്യക്കാരൻ്റെ ട്രക്ക് പോയി ഇടിച്ച് ആ ഹോക്കി ടീമിലെ ആൾക്കാരെല്ലാം മരിച്ചുപോയി. അപ്പോൾ അതോടുകൂടി അവർ ഈ ട്രക്കിംഗ് ലൈസൻസ് കൊടുക്കുന്നതും ഈ കോഴ്സും എല്ലാം ഭയങ്കര 2000 അങ്ങാണ്ട് കടന്നിടത്തുനിന്ന് 10,000 രൂപയിലോട്ട് ഒരു ഹൈപ്പ് വരും. 10,000 രൂപയുടെ ഒരു വലിയ കോഴ്സാക്കി 3 മാസത്തെ കോഴ്സാക്കി അവർ കയറ്റി. അപ്പം ഞങ്ങൾ ജസ്റ്റ് വന്ന സമയമായതുകൊണ്ട് ഞങ്ങളുടെ പൈസ ഇല്ല, അതാണ് കാര്യം. 10,000 രൂപ കോഴ്സിന് വേണ്ടിയിട്ട് മാത്രം മാറ്റണ്ടേ. അതോടൊപ്പം തന്നെ ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ, ഞങ്ങൾക്ക് നല്ല ജോലി കണ്ടുപിടിക്കണം, ഞങ്ങൾക്ക് വീടിൻ്റെ വാടക, കൊച്ചിൻ്റെ കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു വർഷത്തോളം പോയി. അങ്ങനെ ഒരു വർഷത്തോളം കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായി. ആ 2 ക്രെഡിറ്റ് കാർഡും കൊണ്ട് ഞങ്ങൾ $10,000 $9,000 ആയിരുന്നു അന്ന്. ഹംബർ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ അന്നും ഉണ്ടായിരുന്നു ഈ 4,000 രൂപയുടെ 5,000 രൂപയുടെ പഞ്ചാബി കോഴ്സുകൾ. പക്ഷെ അവിടെ ഒന്നും വേണ്ട. എനിക്കിത് ഞാൻ ഈ ന്യൂസിനോട് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞു, എടി ഇതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു എക്വിപ്മെൻറ്റ് നമ്മൾ മാനേജ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തെ പ്രോപ്പർ കോമ്പണൻസും എക്സ്പീരിയൻസ് ഉള്ളവരുടെ അടുത്തുനിന്നും അത് മര്യാദയ്ക്ക് തന്നെ പഠിച്ചിട്ട് കയറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമെന്ന്. അപ്പം അതിന് തന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അത് തന്നെയാണ് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിച്ചിറങ്ങി കഴിഞ്ഞ് നമ്മൾ ഈ പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ മറ്റ് പല ചെറുകിട അല്ലെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് ഒത്തിരി ലാഭമുള്ള 3,000 രൂപയുടെ 4,000 രൂപയുടെ കോഴ്സ് ചെയ്ത ഒത്തിരി പേര് ട്രക്കിങ് ചെയ്യുന്നുണ്ട്. അവരെ എല്ലാം നോക്കുമ്പോഴത്തേക്കും നമ്മൾ എത്രമാത്രം ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം ഡിഫറെൻ്റ് ആണ് ഈ ഒരു കോഴ്സ്, അല്ലെ പഠിക്കേണ്ട കാര്യങ്ങൾ എത്രമാത്രം മോശം രീതിയിൽ പഠിച്ചിട്ടാണ് അല്ല പഠിപ്പിച്ചിട്ടാണ് ഇവർ വിടുന്നതെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത്. അതിന് ബേസിക്കലി എനിക്ക് വളരെ ബേസിക്കായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഇന്ത്യയിലെ ഡ്രൈവിംഗ് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ്, നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അതല്ല എന്ന് അങ്ങ് പറയുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യൻ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വൃത്തികെട്ട ഡ്രൈവിങ്ങാണ്. അപ്പം ഇതുപോലൊരു വിദേശ രാജ്യത്ത് വന്നിട്ട് അവർ നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് അവരെയോ ഇവിടുത്തെ ഏറ്റവും ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അവരാണ് നമ്മളെ ഇന്നപോലെ ഡ്രൈവ് ചെയ്യുന്ന പഠിപ്പിക്കുന്നത്. ആ പഠിച്ചിട്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തെറ്റ് പഠിച്ചിറങ്ങിയാൽ തെറ്റല്ലേ ചെയ്യുള്ളൂ. അല്ലെന്നേ, ഇത് ചില്ലറ കാര്യമല്ല. 53 ഫീറ്റ് ഉള്ളൊരു സാധനം റോഡിൽ കൂടെ കൊണ്ടുപോവുക. അപ്പോൾ അത് നമുക്ക് അത് മെയിൻലി പ്രോപ്പർലി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അനുസരിച്ച് അത് വീട്ടിൽ ഇരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവുമോ? തെറ്റ് പഠിച്ചിട്ടിറങ്ങി തെറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം പോലും ഇല്ല. നമുക്കൊരു കാര്യം ഇതാണ് ഇതിൻ്റെ ശരി എന്ന് മനസ്സിലായല്ലേ ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നമ്മൾ തെറ്റ് പഠിച്ചാൽ തെറ്റേ ചെയ്യുള്ളൂ, അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും മനസ്സിലാവാതെ വണ്ടി ഓടിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുതിയതായിട്ട് ട്രക്ക് ഡ്രൈവേഴ്സ് ആവാൻ താല്പര്യമുള്ള എല്ലാവരോടും എനിക്ക് പറയാൻ ഇതേ ഉള്ളൂ. നിങ്ങൾ ഇപ്പം കൂടിപ്പോയാൽ $4,000 ഡിഫറൻസ്, അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിവിടെ കാനഡയിൽ വരുന്നത്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും നിങ്ങളതൊരു വലിയ ഡിഫറൻസ് ആയിട്ട് കാണരുത്. $4,000 ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചത്തെയോ 3 ആഴ്ചത്തെയോ ഒരു ട്രക്ക് ഡ്രൈവറിൻ്റെ ശമ്പളമേ ഉള്ളൂ. അപ്പം
അത് ഇന്നല്ല നാളെ പ്രോപ്പറായിട്ട് പഠിച്ച് ജോലിക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കത് ഗെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ തുടക്കത്തിൽ നമുക്ക് കിട്ടേണ്ട എഡ്യൂക്കേഷൻ ഈ നമുക്ക് അടയ്ക്കായ മടി വെക്കാൻ അടയ്ക്കാമരായ വെക്കാൻ പറ്റുമല്ലോ എന്ന് പറയില്ലേ, അതുപോലെ തുടക്കത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ തുടക്കത്തിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ തുടക്കത്തിൽ പ്രോപ്പറായിട്ട് പഠിക്കണം. അല്ലാതെ പുറത്തിറങ്ങിയാൽ ഇന്നിപ്പോൾ ഈ ഹർജീന്ദർ സിംഗറിൻ്റെ കാര്യം പറഞ്ഞ പോലെ 16 ട്രാഫിക് സയൻസ് കാണിച്ചിട്ട് അവന് 3 തന്നെ ഇത് എന്തിനുള്ളതാണെന്ന് മനസ്സിലായുള്ളൂ. അപ്പം നാച്ചുറലി ഈ റോട്ടി ഇവന് കാണുന്നതെല്ലാം വെറും പടങ്ങൾ മാത്രമായിട്ട് കാണൂലേ. അല്ല, ഇപ്പം നമ്മളൊരു ബേസ് ഇല്ലാതെ അതിന്റെ മുകളിൽ കയറുന്ന ഓടിച്ചോടിച്ചോടിച്ച് എക്സ്പീരിയൻസ് ആയിട്ടും കാര്യമില്ല. ബേസിക് നോളജ് ഒരു വീടിന്റെ ഇതുണ്ടായാലല്ലേ നമുക്ക് മുകളിലോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റൂ. ബേസിക് നോളജ് ശരിക്കും ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പം ഈ നമ്മൾ ചെയ്തതും സെയിം ട്രെയിനിങ്, ട്രക്ക് ഓടിക്കാനുള്ള ട്രെയിനിങ്, ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നതും ട്രക്ക് ഓടിക്കാനുള്ള ട്രെയിനിങ്. അപ്പം നമ്മളെ പഠിപ്പിച്ച രീതിയും ഈ പഠിക്കുന്ന രീതി എത്രമാത്രം വ്യത്യാസമുള്ളതാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരെന്നിട്ട് ഇത് ഇവരുടെ കമ്പനിയുടെ സ്കൂളിൻ്റെ പ്രൊമോഷനായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുമ്പോൾ എല്ലാവരും കാണുക ഇവനൊക്കെയാണോ ഓടിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ പിന്നെ എനിക്കത് തോന്നിയെങ്കിൽ ഒരു വെള്ളക്കാരനോ ഇവിടെയുള്ള ഒരു അമേരിക്കക്കാരനോ തോന്നിയത് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? പറ്റിയല്ല. പിന്നെ ഞാനിത് നമ്മുടെ മലയാളികളോട് പറയാനുള്ള ഒരു കാര്യം എന്താ പറയുക, എനിക്ക് 100% കോൺഫിഡൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ കൾച്ചറിൽ ഏറ്റവും കൂടുതൽ അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളീസാണ്. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ രീതിയിൽ ഒരു ഈഗോ ഇല്ലാതെ ഓക്കെ ദാറ്റ് ഈസ് ദ റൈറ്റ് വേ അല്ലേ, ഓക്കെ എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കി അത് ചെയ്യാൻ നല്ല കഴിവുള്ളവരാണ് നമ്മൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോപ്പർ ഗൈഡൻസ് വേണം. ഒരാൾ റോങ് ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് ഇപ്പം നമ്മളെല്ലാം പോകുന്നത് എന്തുകൊണ്ടാണ്, ലൈസൻസ് കിട്ടിയാൽ ബാക്കി ഞാൻ ഏറ്റവും എന്നുള്ള ഒരു തോന്നൽ നമുക്ക് തോന്നിയുണ്ടല്ലോ, അവിടെ തീർന്നില്ല. കാരണം നമുക്ക് ഈ ഡ്രൈവിംഗ് കൾച്ചർ ഓരോ രാജ്യത്തിനും ഡിഫറെൻറ്റാണ്. അമേരിക്കയുടെ ഡ്രൈവിംഗ് കൾച്ചർ നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഇന്ത്യയിൽ ഓടിക്കാമെന്ന് പറഞ്ഞാൽ വണ്ടി തിരിക്കാനും വളയ്ക്കാനും അറിയാം, ക്ലച്ച് ചവിട്ടാനും അറിയാം, ഗിയർ മാറാനും അറിയാം. അതുപോരല്ലോ ഇവിടുത്തെ നിയമങ്ങൾ എന്താണ്, മര്യാദ എന്താണ്, ഓരോരോ ഹാൻഡ് സിഗ്നൽസ് എന്താണ്, അതെല്ലാം നല്ല വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമുക്ക് ഇവിടെ ഓടിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചർ, ഡ്രൈവിംഗ് കൾച്ചർ അറിയാവുന്ന ഒരാൾ പറഞ്ഞു തന്നാലല്ലേ ഓക്കെ ഇന്ന രീതിയിലാണ് നമ്മൾ ഓടിക്കേണ്ടതല്ലേ എന്നറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ഇവരെല്ലാം എന്തുകൊണ്ടായിരിക്കും ഇവരെ വെറുക്കുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ വെറുക്കപ്പെടുന്ന ഒരാൾ അവരുടെ സ്റ്റൈലിൽ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളും നാച്ചുറലി വെറുക്കപ്പെട്ടവനാവില്ലേ. അപ്പോൾ അതുകൊണ്ട് $2000-4000 വ്യത്യാസം എന്നുള്ള രീതി ക്വാളിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ പോയി പഠിക്കരുത് ദയവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോയി പഠിക്കുക. കാരണം ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ജീവിതം മാറി മറിയാൻ. ഇപ്പം തന്നെ ആ വണ്ടി ഇടിച്ച പഞ്ചായത്തിന് 30 കൊല്ലത്തെ അമേരിക്കൻ ജയിൽവാസം. അമേരിക്കൻ ജയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജയിലൊന്നും പോലെയല്ല. നിങ്ങൾ ഊഹിച്ചു നോക്ക്. നമ്മുടെ പ്രിസൺ ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, അത് കണ്ടാൽ മതി എങ്ങനെയാ ജയിലെന്ന്. അത് ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു അതിശയോക്തി ഇല്ല, 100% അങ്ങനെയൊക്കെ തന്നെയാണ് അമേരിക്കൻ ജയിൽ. 30 കൊല്ലം അങ്ങനത്തെ ഒരു ജയിലിൻ്റെ എൻവയറമെൻറ്റിലും അത് കഴിയുമ്പോൾ അവനെ നാട്ടിലേക്ക് ഡിപ്പോർട്ടേഷൻ. അപ്പം അതായിരിക്കും നമ്മൾ ഒരു നിമിഷത്തെ അശ്രദ്ധ നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് പ്രോപ്പർ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ മിസ്റ്റേക്കുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതിൻ്റെയൊക്കെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം 10 ദിവസത്തെ തിയറി ക്ലാസ് ഉണ്ടായിരുന്നു. 10 ദിവസത്തെ തിയറി ക്ലാസ് കഴിഞ്ഞിട്ടാണ് ബാക്കി 90 ദിവസത്തെ നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ്. ഈ 10 ദിവസത്തെ തിയറി ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ പലരും ചിന്തിക്കുന്ന പോലെ നമ്മളെ പുസ്തകം തുറന്നു വെച്ചിട്ട് ഇതിൻ്റെ കുറേ തിയറി പഠിപ്പിക്കുമല്ല. ആ ക്ലാസ്സിൻ്റെ ഇടയിൽ മിനിമം 5 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിന് മാത്രമേ അവിടെ ട്യൂട്ടറായിട്ട് കയറാൻ പറ്റുള്ളൂ. അത് ഇത്ര ടിക്കറ്റ് പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പം ഈ പഠിപ്പിക്കുന്ന ആൾക്കാർ അവരവരുടെ ലൈഫിൽ ഈ ഇത്രയും നാളത്തെ വണ്ടി ഓടിയൊരു എക്സ്പീരിയൻസിൽ പെട്ട പല ഇപ്പം കൊള്ളക്കാരുമായിട്ട് അല്ലെങ്കിൽ മെക്സിക്കൻസിൽ തോക്കുള്ളവർ, ലോഡ് കക്കാൻ വന്നവർ, അല്ല ട്രാഫിക് വയലേഷൻസ്, ഇങ്ങനെ സ്കെച്ച് സ്ഥലങ്ങളിൽ പോയത്, അങ്ങനെയുള്ള പല എക്സ്പീരിയൻസുകളും അവർ നമ്മളോട് ഷെയർ ചെയ്യും. അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ഓക്കെ ഇന്ന സാഹചര്യങ്ങൾ വരാമല്ലേ, അപ്പം നമ്മളെ അവിടെ പ്ലേസ് ചെയ്ത് നോക്കി നമുക്കല്ലേ. അപ്പം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് ഇതൊക്കെയാണ് ഈ 10 ദിവസത്തെ തിയറി ക്ലാസ്സിൽ നമ്മളവിടെ പഠിപ്പിക്കുന്നത്. അതുകൂടാതെ 90 ദിവസത്തെ ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്. ഈ 90 ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ടെസ്റ്റിന് മുമ്പ് നമുക്ക് 2 ക്ലാസ്സിന് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എവിടെയോ വെച്ച് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അപ്പം അവസാനം ടെസ്റ്റിൻ്റെ സമയമായപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞു, നീ 88 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, 2 ക്ലാസ്സും കൂടെ നീ അറ്റൻഡ് ചെയ്യാണ്ട് ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ലിറ്ററലി നമുക്ക് 90 ദിവസം ആ 90 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഞാനിത് അത്ഭുതമായിട്ട് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ പലരോടും പഞ്ചാബി കമ്പനികളിൽ അല്ല പഞ്ചാബി സ്കൂളുകളിൽ പഠിച്ച പലരോടും ചോദിച്ചപ്പോഴത്തേക്കും ഇവരാകെ കൂടി വണ്ടി ഓടിക്കാൻ കിട്ടിയേക്കണത് ഇവർക്ക് 5 മണിക്കൂറോ 6 മണിക്കൂറോ. അതൊക്കെ എവിടെയൊക്കെ കുത്തി കയറ്റി കാണിച്ചല്ലേ. കാരണം നമുക്ക് ഹമ്പറിൽ ഒരു ട്രക്ക് എന്ന് പറഞ്ഞാൽ 2 ഡ്രൈവറും ഒരു ഇൻസ്ട്രക്ടറും പോവുക. അതായത് ഒരു ഡ്രൈവർക്ക് 2 മണിക്കൂർ വൺ സൈഡ് ഓടിക്കും.
ആ ഒരു ഡെസ്റ്റിനേഷൻ 2 മണിക്കൂർ കണ്ടിന്യൂസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചുള്ള 2 മണിക്കൂർ അടുത്ത ഡ്രൈവർ ഓടിക്കും. മൊത്തത്തിൽ 4 മണിക്കൂർ ക്ലാസ്. വാച്ചും ചെയ്യാം, മറ്റുള്ളവർ തിരുത്തുന്നതും കാണാം. അത് നമ്മൾ ഈ 2 പേരെ മാത്രം ഇതിലാണ്. ഇത് നമ്മൾ കൊണ്ടുപോകുന്ന ലോഡഡ് ട്രെയിലറാ. ഈ ബ്രോക്കൺ ഗ്ലാസ് ലോഡ് ചെയ്തേക്കുവാ വണ്ടിക്കകത്ത്. അപ്പൊ ആ വെയിറ്റ് മാനുവൽ. അപ്പൊ അത്രയും നമുക്ക് എക്സ്പീരിയൻസ് പഠിച്ചിറങ്ങി നമ്മൾ റോഡിലേക്ക് എന്ത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ തയ്യാറാണ് നമ്മൾ. അപ്പൊ അതുപോലെ തന്നെ ജോലിക്കും ഉണ്ടല്ലോ അവിടുത്തെ ഒരു ഇത് പവറില്ലേ അല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇപ്പൊ ഈ നമ്മൾ കാണുന്ന വെറുപ്പ്, നമ്മൾ പറഞ്ഞില്ലേ ഈ ഇത്രയും പാർക്കിംഗ് സ്പോട്ട് ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാതെ ഈ ഫ്യൂൽ ഐലൻഡ് ഇട്ട് ബ്രേക്ക് എടുക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് ഇവർ ഈ ചെയ്യുന്നേ? അറിയത്തില്ല, ബാക്കപ്പെടാൻ അറിയത്തില്ല. പാർക്കിംഗ് സ്പോട്ടിൽ കൊണ്ട് പാർക്ക് അത് കൂടാതെ ഞാൻ ഇന്ന് രാവിലെ ഒരാളുടെ അമേരിക്കക്കാരന്റെ വീഡിയോ ഉണ്ട്. അയാൾ കൊണ്ട് കാണിക്കുക, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വരയും കുറിയുള്ളതിനനുസരിച്ച് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്ത് എല്ലായിടത്തും ഈ പാർക്കിംഗ് സ്പോട്ടുകളുണ്ടല്ലോ, അവിടെ ആയിരുന്നു വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് കിടന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോ ആ വരയ്ക്കകത്തും കുറിക്കകത്തും ട്രക്ക് കയറ്റിയിടാൻ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് കർബിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ട് മാറ്റിമറിച്ച് ഇട്ട് ഇപ്പൊ മൊത്തത്തിൽ ഒരു ചന്ത പോലെയാണ് ഒരു ട്രക്ക് സ്റ്റോപ്പ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ വണ്ടികളെല്ലാം കലവലാന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് വരാൻ കുറിയിലും വണ്ടി കൊണ്ട് ബാക്കിപ്പെടാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം അപ്പുറത്തോട്ട് കയറി കിടക്കുമല്ലോ. അപ്പം എങ്ങനെ ലൈസൻസ് എടുക്കുന്ന ആ ഒരു ടെസ്റ്റിനെ എങ്ങനെ ഹാക്ക് ചെയ്യാന്നുള്ള അല്ലാതെ പ്രോപ്പറായിട്ട് വണ്ടി റോഡിലേക്ക് ഇറക്കാൻ എങ്ങനെയാന്നുള്ളത് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എൻ്റെ 100% റെക്കമെൻഡേഷൻ 2000-4000 രൂപയുടെ പൈസ ലാഭിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. നമുക്ക് ഈ ഒരു എക്വിപ്മെൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം നമുക്കറിയത്തില്ല. വേറൊരു ജോലി സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫയർ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ജോലിയിൽ നമ്മുടെ ഒരു അബദ്ധം പലരുടെയും മരണത്തിന് കാരണമാകാം, നമ്മുടെ തന്നെ മരണത്തിന് കാരണമാകാം. ഇനിയിപ്പോൾ നമുക്ക് ജീവനുണ്ട്, ഇതായിരിക്കും അവസ്ഥ. 30 കൊല്ലം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഇത്രേനുമൊക്കെ പറഞ്ഞ സ്ഥിതിക്കുണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഒരു കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നറിയോ, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും മറ്റൊരു രാജ്യത്ത് പോയാൽ നമ്മളവിടുത്തെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിരിക്കും. നമ്മുടെ രാജ്യം തന്നെയാണ് ബെസ്റ്റ്, അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളൊരു സാധനം. ആ ഒരു കാര്യം പറയുന്നവരോട് ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഇമിഗ്രേഷനും അല്ലേ നല്ല നല്ല മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള യാത്രയും ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾ മുമ്പേ തുടങ്ങിയതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന അമേരിക്ക റെഡ് ഇന്ത്യൻസ് അത് ഏഷ്യ എന്ന് വന്നാന്ന് പറയുന്നത്. നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്ന് പറയില്ലേ, അവർ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്ത് അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ ഒറിജിനൽ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അവരായിരുന്നു ഇവിടെ വന്ന ആദ്യം മനുഷ്യവൃത്തിപ്പെട്ടവർ. ബാക്കിയുള്ള ഇപ്പോഴത്തെ ഈ അമേരിക്കക്കാരെന്ന് പറയുന്ന വെള്ളക്കാരാണേലും അവരെല്ലാം മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്, മെയിൻലി UK എന്ന്. ആലോചിച്ച് നോക്കിക്കേ. അപ്പം അന്ന് ഈ പറയുന്ന യൂറോപ്യൻസ് അമേരിക്ക വന്നപ്പോഴത്തേക്കും റെഡ് ഇന്ത്യൻസ് നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഞങ്ങളുടെ കൾച്ചറുമായിട്ട് ചേരുന്നവരല്ല, നിങ്ങളോട് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. അവർ തിരിച്ചു പോയോ? ഇല്ല. അവർ നല്ല നല്ല മേച്ചിൽപ്പുറങ്ങൾ തേടി വന്നു, ഇത് കൊള്ളാം, ഈ രാജ്യം കൊള്ളാം, ഞങ്ങളിവിടെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിടിച്ചെടുക്കുകയല്ല ഉണ്ടായത്. അതുപോലെ തന്നെ യൂറോപ്യൻസ്, ഇപ്പം ബ്രിട്ടീഷുകാർ മാത്രമല്ല, ഏതൊക്കെ യൂറോപ്യൻസാണ് നമ്മുടെ ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വന്ന് അലമ്പുണ്ടാക്കി എത്രയോ പേര്. നമ്മൾ ഇന്ത്യക്കാരെല്ലാം നിങ്ങൾ പൊക്കോ, ഇത് ഞങ്ങളുടെ രാജ്യം, ഞങ്ങളിവിടെ ജീവിച്ചോളാം, നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നാൽ പൊക്കോളാൻ പറഞ്ഞില്ല. ആരെങ്കിലും പോയോ? അവർ നമ്മളെ കീഴടക്കുകയും അവിടെ ഭരിക്കുകയും അവിടെ നിന്നെല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോവുകയല്ലേ ഉണ്ടായത്. അപ്പോൾ അതുപോലെ നമ്മളോട് ആരെങ്കിലും പൊക്കോളാൻ പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകാനാണെങ്കിൽ നമ്മൾ പോകും. പക്ഷേ അങ്ങനെ പോകാനാണെങ്കിൽ പോവേ ഉള്ളൂ. ഈ പറയുന്ന സർവൈവലും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പം ഇവരെത്രമാത്രം അലമ്പുണ്ടാക്കിയാലും നമ്മൾ ഇന്ത്യക്കാരൊന്നും ഇവിടുന്ന് തിരിച്ചു വിടാൻ പറ്റിയല്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം അതോടനുബന്ധിച്ച് തന്നെ ഈയിടെ നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന ജോവായി എന്നോട് കമൻറ്റ് ചെയ്ത് വെച്ചു, സത്യം പറയണം, നിനക്ക് അമേരിക്കയാണോ കാനഡയാണോ ഇഷ്ടം എന്നുള്ളൊരു ചോദ്യം ജോവായി ചോദിച്ചായിരുന്നു. അപ്പോൾ ജോവായിയോട് ഞാൻ ഇതേ പറഞ്ഞുള്ളൂ, ജോവായി, അമേരിക്കനേക്കാളും എനിക്കിഷ്ടം കാനഡ ആവാൻ കാരണം ഒന്നാമത്തെ കാര്യം മെയിൻ കാര്യം ഇതാണ്, അമേരിക്ക അവിടെ അമേരിക്കൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പൊളിറ്റിക്കൽ പവറും ഒരു മജോറിറ്റി ഓഫ് ഗ്രൂപ്പും ഉണ്ട്, ശരിയല്ലേ? പക്ഷെ ഞങ്ങളുടെ ഇവിടെ കാനഡയിലുണ്ടല്ലോ, ഈ രാജ്യം ഇറ്റ് ബിലോങ്സ് ടു അസ് ഇമിഗ്രൻസ്. ഇവിടെയുള്ള ഇതിപ്പം ഇന്ത്യക്കാരനാണേലും ഇവിടെയുള്ള എല്ലാവരാണേലും ഒന്നെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ അല്ല സെക്കൻഡ് ജനറേഷൻ ഇമിഗ്രൻസാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ ഈ അമേരിക്കയെ കാണിക്കുന്ന ഇവര് ഞങ്ങളെ നശിപ്പിച്ചു എന്ന് പറയുന്ന പരിപാടി ഇവിടെ കാനഡയിലാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇവിടെ കിടന്ന് കാണിച്ചു കഴിഞ്ഞാൽ മോത്തിന്റെ 2 തേമ്പ് കൊടുത്ത് നമ്മൾ പറഞ്ഞു മാറി കിടന്ന് നമ്മൾ പറയുള്ളൂ. അതല്ല, മേയേഴ്സും കൗൺസിലേഴ്സും ഒക്കെ പ്രാംപ്ടനിൽ നിന്ന് പഞ്ചാബീസാ.
പഞ്ചാബീസ് എന്ന് മാത്രമല്ല നമ്മളെവിടെ അത്രയും സൂപ്പർ ദിസ് കൺട്രി ബിലോങ്സ് ടു ഇമിഗ്രൻസ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു റേഷ്യൽ പ്രൊഫൈലിംഗ് ഇല്ല. എല്ലാവരും നമ്മൾ ഇമിഗ്രൻസ്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെരുമാറും എന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ ഈ ഒരു രാജ്യം, അതിപ്പോൾ ഗൾഫിൽ ശരിക്കും ഞാൻ 2 കൊല്ലം ജോലി ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണെന്ന്. കാരണം എന്നാന്ന് വെച്ചാൽ അവിടെ എന്ത് കാര്യം വന്നാലും നിയമത്തിൽ അറബിക്ക് ഒരു നിയമം, ബാക്കിയുള്ളവർക്ക് മറ്റൊരു നിയമം, അതാണ്. പക്ഷേ അതല്ലാത്ത വേറെ ഏത് രാജ്യത്താണേലും അവിടെ ഒരു പ്രോപ്പർ റൂളിംഗ് ഉണ്ട്, മറ്റേ റൂൾ ഓഫ് ലോ നമ്മളെ അനുവദിക്കുന്നുണ്ട്. എല്ലാവരും സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈക്വലി ട്രീറ്റഡ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ഉള്ള രാജ്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ പേടിച്ച് പോകാനുള്ളവരാണ് പോവും, നിൽക്കാനുള്ളവരാണ് നിൽക്കും.